നിനുവ എന്ന വലിയ ഗ്രേറ്റ് സിറ്റി എന്നാണ് പറയുന്നത്. നിനുവ എന്ന പട്ടണം, ആ പട്ടണത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഒരു പ്രവാചകനെ അയക്കുന്ന, ആ പ്രവാചകൻ മൂലം ആ നിനുവ പട്ടണത്തിലുള്ള രാജാവ് മുതൽ കുഞ്ഞുകുട്ടികൾ മുതൽ അവിടുത്തെ ഇഴജന്തുക്കൾ, കന്നുകാലികൾ, ഓൾ ബീങ്സ്, എല്ലാ തലത്തിലുള്ള ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല, എല്ലാ ജീവജന്തുക്കളും എല്ലാം ഒരുപോലെ തല താഴ്ത്തി അനുദപിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നതിൻ്റെ വലിയ ആ നോമ്പുകാലമാണ് വീണ്ടും നാം അനുസ്മരിച്ച് നാം ആ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. 4 അധ്യായങ്ങളും 48 വാക്യങ്ങളുമാണ് യോനയുടെ പുസ്തകം. അമിത്ഥായുടെ മകനായ യോന, അത് യോനയുടെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ. അമിത്ഥായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, മാത്രവുമല്ല അത് 2 രാജാക്കന്മാർ 14-ാം അധ്യായം 25-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ബത്ഖേഫർ പട്ടണത്തിലെ അമിത്ഥായുടെ മകനായ യോന. അതുകൊണ്ട് ചരിത്രത്തിൽ യോനയുടെ പേര് കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കെട്ടുകഥയൊന്നുമല്ല. ഒരു പക്ഷേ വലിയ മത്സ്യം, നമ്മുടെ പിള്ളേരെ പറഞ്ഞത് തിമിംഗലമാണെന്ന് പറയും. അല്ല, വലിയ മത്സ്യം എന്ന് അതിനകത്ത് പറയുന്നത്. ദൈവം കൽപ്പിച്ചയക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കഥ എങ്ങനെ പറ്റുന്നത്? ഒരു പക്ഷേ അങ്ങനെ വയ്ക്കും. പക്ഷേ ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ചരിത്രങ്ങളിൽ വരുമ്പോൾ ഇന്നയാളുടെ മകനാണ് യോന BC 8-ാം നൂറ്റാണ്ടിൽ പ്രവചിച്ചിരുന്ന ഒരാളാണ്. ഏലീശ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു പ്രവാചകനാണ്. ഇങ്ങനെ ചരിത്രത്തിൽ വളരെ അടയാളപ്പെടുത്തലുകളുള്ള ഒരു പ്രവാചകനാണ് ആര്? യോന എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്താണ്? പ്രാവാണ്. പക്ഷേ ആ പ്രാവിനെ അതിനെ നിഷ്കളങ്കതയോടെ അതിനെ കൊണ്ടുപോകുവാനായിട്ടാണ് ശ്രമിക്കുന്നതെന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം. യോനയുടെ ഈ പുസ്തകത്തെ പറ്റിയുള്ള ഒരു ഈസി വേയിൽ വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം പോപ്പ് ഷെനൂഡയുടെ ഒരു പുസ്തകമാണ്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പാത്രീസ് ആയിരുന്ന പോപ്പ് ഷെനൂഡ മൂന്നാമൻ്റെ ഒരു ധ്യാന ചിന്തകൾ 6 ഭാഗങ്ങളായി വിഭജിച്ചിട്ടുള്ള ഒരു പുസ്തകം, കണ്ടംപ്ലേഷൻസ് ഓഫ് ദ ബുക്ക് ഓഫ് ജോന ദ പ്രോഫറ്റ്. ആ പുസ്തകത്തിൽ ഈ യോനയ്ക്കുണ്ടാകുന്ന വീഴ്ചകളെ പറ്റി പറയുന്നുണ്ട്. ആ വീഴ്ചകളിൽ 1-ാമത്തെ വീഴ്ചയായിട്ട് പറയുന്നത് അനുസരണക്കേടാണ്. പലതരത്തിലുള്ള വീഴ്ചകളുണ്ട്. അതിൽ 1-ാമത്തെ വീഴ്ചയായി അനുസരണക്കേടിനെയാണ് കാണിക്കേണ്ടത്. ആ അനുസരണക്കേട് ഉണ്ടാകുവാനുള്ള 4 കാരണങ്ങളെ ആമുഖമായിട്ടൊന്ന് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. യോനയ്ക്കുണ്ടായ അനുസരണക്കേട് ഉണ്ടാകുവാനായിട്ടുള്ള 4 കാരണങ്ങൾ. 1, an attitude to the will of God. ദൈവഹിതത്തോടുള്ള യോനയുടെ മനോഭാവം. 1-ാമതായിട്ട് ദൈവഹിതത്തോടുള്ള യോനയുടെ മനോഭാവം അതിലല്പം തെറ്റുപറ്റി. അവനെ വിളിച്ചത് താനൊരു പ്രവാചകനാണെന്നുള്ള ബോധ്യം അവന് ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോയി. തന്നെ തെരഞ്ഞെടുത്തത് ഈ നാട്ടുകാരോ വീട്ടുകാരോ അല്ല, തന്നെ ഒരു പ്രവാചകനായി ദൈവത്തിൻ്റെ ദൂത് അറിയിക്കാനുള്ള പണിയാണ് എനിക്കുള്ളതെന്ന് ഞാൻ മറന്നു പോകുമ്പോഴാണ് ഇത് മറന്നിട്ട് ഞാൻ പോകുന്നത്. ആ പ്രവാചക ദൗത്യം അവൻ മറന്നുപോകുന്നു ചില നിമിഷങ്ങളിൽ. അത് പുരോഹിതരായാലും പ്രവാചകന്മാരായാലും ആരായാലും നമ്മളും ഒക്കെ ചില സമയത്ത് ഈ പ്രവാചക ദൗത്യം മറന്നിട്ട് മറ്റുള്ള ജോലികൾക്ക് അങ്ങ് പോകും. എന്നാൽ യോനയ്ക്കും ഇത് തന്നെ പറ്റി. അതുകൊണ്ട് ആശ്വസിക്കാൻ ഞങ്ങൾക്കും എല്ലാം ഇടയ്ക്ക് അങ്ങനെ പറ്റാമെന്ന്. എങ്കിലും യോനയ്ക്കും ചില സമയത്ത് തൻ്റെ പ്രവാചക ദൗത്യം മറന്നിട്ട് പോയി. ഇൻ ആറ്റിറ്റ്യൂഡ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം എന്തായിരുന്നു യോനയെ പറ്റിയും? അവൻ പ്രവാചകനായിരുന്നു. അത് നിസാര കാര്യമാണോ? ദൈവത്തിൻ്റെ ഭൂമിയെ പറ്റിയുള്ള മനുഷ്യരെ പറ്റിയുള്ള പദ്ധതികൾ എന്താണെന്ന് ജനത്തെ അറിയിക്കുവാനുള്ള ദൗത്യമായിരുന്നു ഈ പ്രവാചകന്. പക്ഷേ അത് മറന്നിട്ടാണ് ആ ദൈവം തന്നെ പറ്റി വലിയ പദ്ധതി ഉണ്ടെന്നും ഇനി തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ തനിക്ക് എന്താണെന്നുമുള്ള ഒരു ബോധ്യത്തിലേക്ക് അവൻ വരാതെ അല്പസമയം ആ പ്രവാചക ദൗത്യം, താനൊരു പ്രോഫറ്റ്, താൻ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ്, ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദൂതനാണെന്ന് മറന്നുപോയി. നമ്മളും ദൈവഹിതത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. ആസ് എ ടീച്ചർ ഞാൻ എപ്പോഴും പ്രസംഗത്തിലൊക്കെ പറയാറുള്ളത് പോലെ നമ്മൾ ആരാണ് എന്നുള്ളത് പിന്നീട് അത് ചിന്തകളിലേക്ക് വരുന്നുണ്ട്. ദൈവഹിതം എന്നെ പറ്റിയുള്ളത് എന്താ? നല്ല അമ്മയായിട്ട്, നല്ല അപ്പനായിട്ട്, നല്ല മക്കളായിട്ട്, നല്ല പുരോഹിതനായിട്ട്, നല്ലൊരു ടീച്ചറായിട്ട്, നല്ല ആ രീതിയിൽ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവഹിതങ്ങൾ എന്താണോ അതിൽ നിന്ന് മറന്നു പോകാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം.
ആ ഉറച്ചു നിൽപ്പിലാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഹിതത്തിന്, ആ പദ്ധതികളിലേക്ക് നമ്മൾ പിന്നെ ഓടുന്നത്. രണ്ടാമതായിട്ട്, ആറ്റിറ്റ്യൂഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തോടുള്ള മനോഭാവം ഇവൻ്റെ തെറ്റിപ്പോയി. ഒന്നാമതായിട്ട് ദൈവഹിതത്തോടുള്ള തൻ്റെ മനോഭാവം. രണ്ട്, ദൈവവചനത്തോടുള്ള മനോഭാവം. എന്തായിരുന്നു ഇവനോട് പറഞ്ഞ ദൈവവചനം? എന്തായിരുന്നു? നീണ്ട ഒരു പ്രവചനം ഒന്നും പറയണ്ട, മറ്റുള്ള പ്രവാചകന്മാരെ പോലെ ചെറിയൊരു 5-6 വാക്കുകൾ പറഞ്ഞാൽ മതി നിനുവയിലേക്ക്. എന്താ പറയണ്ടേ? 40 നാൾ കഴിഞ്ഞാൽ നിനുവ. ഇതാണ് വലിയ പ്രവാചകന്മാരൊക്കെ വലിയ പ്രസംഗിച്ചിട്ട് ഒരു ദേശവും നന്നായിട്ടില്ല. പക്ഷെ നിനുവയിലേക്ക് ചെന്ന് നീ ഇത്രയും കാര്യം പറഞ്ഞാൽ മതി, ഇത്രയും കാര്യം പറഞ്ഞാൽ മതി. അതായിരുന്നു അവൻ്റെ ദൗത്യം. പക്ഷേ അതായിരുന്നു ദൈവകൽപ്പന. പക്ഷേ അവൻ ആ കാര്യം പറയാൻ മടിച്ചു. എന്തുകൊണ്ടാ നിനുവയിലേക്ക് പോയി യോന പ്രസംഗിക്കാൻ തയ്യാറായിരുന്നത്? എന്താ അവന് ധൈര്യമില്ലാതിരുന്നത്? 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിനുവ ഒരു വിജാതീയ പട്ടണമായിരുന്നു. അസീറിയക്കാരുടെ തലസ്ഥാനമായിരുന്നത് ഗ്രേറ്റ് സിറ്റി നിനവ. സമ്പത്തിൻ്റെയും മ്ലേച്ഛതകളുടെയും സുഖത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും വലിയൊരു പട്ടണമായിരുന്നു നിനുവ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കോരിന്ത്യ പട്ടണവും അങ്ങനെയാണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സുഖത്തിൻ്റെ, ആർഭാടത്തിൻ്റെ, ആഡംബരത്തിൻ്റെ വലിയൊരു പട്ടണമായിരുന്നു നിനുവ. ആ നിനുവയരോട് ചെന്ന്, വിജാതീയ പട്ടണമാണ്. ഇവൻ ആരാണ്? യോന എബ്രായനാണ്, വലിയ യഹൂദനാണ്. ഇസ്രായേലിൻ്റെ വലിയ ആ ഒരു പാരമ്പര്യവും ആ ഒരു കുലമതി സ്ഥാനവും ഒക്കെ ഇന്നോ ഇല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഇടയിലുമൊക്കെയുള്ള ചില കാസ്റ്റുകൾ, ചിലർക്കുള്ള ആ ഒരു ഉന്നത കുലം പോലെ തനിക്കുള്ള ആ ഉന്നത കുലം കൊണ്ട്, പ്രത്യേകിച്ച് തങ്ങളെപ്പറ്റി എന്തോ പറഞ്ഞിരുന്നത്, വി ആർ പീപ്പിൾ ഓഫ് ഗോഡ്, ഞങ്ങൾ ദൈവജനമാണ്, ദൈവവുമായിട്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെ ഒരു അഹങ്കാരത്തിൽ നിന്ന് അതുണ്ടാകുന്നത്. അഹങ്കാരത്തിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ജനതയ്ക്ക് നഷ്ടങ്ങൾ സംഭവിച്ചത്. ഞങ്ങൾ മാത്രമാണ് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, നിങ്ങളാരും ദൈവത്തോട് അടുത്തല്ല, നിങ്ങളെല്ലാം മാറിപ്പോക്കോ. ഈ ഒരു ചിന്ത യോനയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് നിനുവക്കാർ രക്ഷപ്പെടണമെന്ന് അത്ര ഒരു ചിന്തയില്ലായിരുന്നു എന്ന് പിതാക്കന്മാർ ഇല്ലെങ്കിൽ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാ? വിജാതീയ പട്ടണമാണ്. തങ്ങളുടെ പീപ്പിൾ ഓഫ് ദൈവജനത്തിന്റെ ഭാഗമല്ല അവർ രക്ഷപ്പെടാനുള്ളവരല്ല, അവർ 2ാം തരക്കാരാ, അവർ പോകേണ്ടവരാ. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു പ്രവാചകനോട് വിജാതീയ പട്ടണത്തിൽ പോയി പ്രവചനം അറിയിക്കണമെന്ന് തിരുവചനത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് യോനയുടെ കാര്യത്തിലാണ്. വേറെ ആരോടും ആദ്യമായിട്ട് പറയുന്നില്ല. ആദ്യമായിട്ട് പറയുന്നത് യോനയോടാ പറയുന്നത്, നീ ഇന്ന പട്ടണത്തിൽ പോയി, അത് വിജാതീയ പട്ടണത്തിൽ പോയി, വിജാതീയരുടെ ഇടയിൽ പോയി നീ പോയി ദൈവത്തിൻ്റെ കൽപ്പനകളെപ്പറ്റി പറയണമെന്ന് ആദ്യമായി കൽപ്പിക്കുന്നത് യോന പ്രവാചകനോടാണ്. രണ്ടാമതായിട്ട് 40 നാൾ കഴിഞ്ഞാൽ നിനുവ നശിച്ചു പോകുമെന്ന് പറഞ്ഞാലും യോനയ്ക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പന നിനുവ രക്ഷപ്പെടണമെന്ന്. നിനുവ നശിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാവരും രക്ഷപ്പെടണമെന്ന്. ഞാനിപ്പം പോയി അത് നശിച്ചു പോകുമെന്ന് പറഞ്ഞാലും ദൈവം ചിലപ്പം നിനുവയെ രക്ഷിക്കും. അതുകൊണ്ട് ദൈവം രക്ഷിക്കാനുള്ള നിനുവയാണ്. പിന്നെ ഞാൻ പോയി വെറുതെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ അതിനകത്ത് തല്ലും കൊണ്ട് തിരിച്ചു വരണ്ടല്ലോ, വെറുതെ നിനുവക്കാരുടെ ആക്ഷേപമെല്ലാം സഹിച്ച് ഞാൻ വരണ്ടല്ലോ എന്ന് ഓർത്തു പ്രവാചകൻ അതിൽ നിന്ന് അല്പം ഒന്ന് മുങ്ങാൻ നോക്കിയതാണ്. അതുകൊണ്ട് യോനയ്ക്ക് അറിയാം ദൈവം ഈ നിനുവയെ രക്ഷിക്കും. അനുദപിച്ച് ചെന്നാൽ ആരോടും കരുണ കാട്ടുന്നവനാണ് ദൈവം എന്നുള്ളൊരു ബോധ്യം ഈ യോനയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയാൻ അവൻ അല്പം പ്രയാസമായിരുന്നു. ഇങ്ങനെ 2 കാരണങ്ങൾ കൊണ്ടാണ് ദൈവവചനത്തോടുള്ള മനോഭാവത്തിൽ അവൻ അല്പം നിസ്സംഗനായത്. പറയുന്ന കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ തനിക്കുണ്ടാവുന്ന ഒരു കുറച്ചിലെന്താ അതായിരുന്നു. മൂന്നാമതായിട്ട് റോങ് ആറ്റിറ്റ്യൂഡ് ടു ദ സർക്കംസ്റ്റാൻസസ്. ചുറ്റുപാടുകളോടും സാഹചര്യത്തോടുമുള്ള അവൻ്റെ തെറ്റായ മനോഭാവം. ചുറ്റുപാടുകൾ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. താൻ ഏത് ജാതിയിലുള്ളവനാണ്, താൻ ഏത് ചുറ്റുപാടുകളിലുള്ളവനാണ്. ആ ചുറ്റുപാടുകളിൽ ഞാൻ പോയി വിജാതീയ പട്ടണത്തിൽ പോയി ഇപ്പം നിങ്ങൾ എന്നെപ്പറ്റി ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ഇടയിലൊക്കെ നിൽക്കുകയും നമ്മുടെ ഇടയിൽ നിൽക്കുകയും, ഞാൻ പോയി നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു കൂട്ടത്തിൽ പോയാൽ നിങ്ങൾ എന്തു പറയും? ഇത് തന്നെയുള്ളൂ. ആ ചുറ്റുപാടുകളും തൻ്റെ ചുറ്റുപാടുകളും കുടുംബക്കാരും സ്നേഹിതരും ഒക്കെ എപ്പോഴും അവരുടെ നടുക്ക് നിന്ന് ഇങ്ങനെ നടന്നാൽ മതി.
താൻ അവിടെ പോയി വിജാതീയ പട്ടണത്തിൽ പോയാൽ പിന്നെ ചുറ്റുപാടുകാരൊക്കെ പിന്നെ എന്തെല്ലാം പറയും, ആരോപണങ്ങളുണ്ടാകും, വിവാദങ്ങളാകും, പ്രശ്നങ്ങളാകും. പിന്നെ മൊബൈലിൽ നിന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു ഇങ്ങോട്ട് അയച്ചു, പിന്നെ ആകെപ്പാടെ മുഴുവനും വിവാദമാകും. ഇതൊഴിവാക്കാനായിട്ട് അവന് ചുറ്റുപാടുകളോട് സാഹചര്യങ്ങളോടുള്ള ഒരു മനോഭാവം, ദ റോങ് ആറ്റിറ്റ്യൂഡ് ടു ദ സർക്കംസ്റ്റാൻസസ്. നാലാമതായിട്ട് അത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. നിനിവേയിലോട്ട് പോകാനായിട്ട് അവന് 500 മൈൽ കിഴക്കോട്ട് യാത്ര ചെയ്താൽ മതി. എന്നാൽ അവൻ നിനിവേയിലേക്ക് 500 മൈൽ യാത്ര ചെയ്യാതെ 2000 മൈല് വടക്ക് സ്ഥിതി ചെയ്യുന്ന തർശീശിലേക്ക് അവൻ പോയി യാത്ര ചെയ്യാൻ പോയത്. കുറച്ച് നടന്നാൽ മതിയായിരുന്നു. അവന് പകരം മുങ്ങാൻ നോക്കിയത് 2000 മൈൽ അകലേക്കാണ്. നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണ്ടെന്നുള്ള ചിന്തയിലായിരിക്കും യോന പോയത്. നാലാമതായിട്ട് ദ റോങ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സൊസൈറ്റി. തൻ്റെ സമൂഹത്തെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് വിജാതീയരെക്കുറിച്ച്, ആ ഒരു സൊസൈറ്റിയെ പറ്റിയുള്ള തെറ്റായ ഒരു ധാരണ. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ മാത്രമാണ് ദൈവജനം, അവർ രക്ഷിക്കപ്പെടാനുള്ളവരൊന്നും അല്ല, അവർ നശിക്കാനുള്ളവരാണ്, അവരങ്ങനെ രക്ഷപ്പെടേണ്ട. എപ്പോഴും ഇസ്രായേൽ ജനതയോട് എപ്പോഴും ഈ അസീറിയൻസും നമുക്കറിയാമല്ലോ, അവരെല്ലാം കൽദയരും എല്ലാവരും യുദ്ധം ചെയ്യുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. എപ്പോഴും ഇസ്രായേലിന് ശത്രുക്കളാണ് വിജാതീയർ. എങ്കിലും ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഈ വിജാതീയരും കൂടെ ഈ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ കടന്നു വരണമെന്നായിരുന്നു. അതുകൊണ്ടല്ലേ സ്ലീഹന്മാരെ അയക്കുമ്പം പിന്നീട് നിങ്ങൾ സകലത്തും പോയി സുവിശേഷം അറിയിക്കാൻ പറയുന്ന ദൈവരാജ്യ പദ്ധതി എന്ന് പറയുന്നത് ഈ സർക്കിളിൽ മാത്രം നിൽക്കേണ്ട ഒന്നല്ല. ദ ബിയോണ്ട്, അതിനപ്പുറം അതിരുകളെ, ബിയോണ്ട് ബൗണ്ടറീസ്, അതിരുകളെല്ലാം വിശാലമാക്കി പോകേണ്ടതായിട്ടുണ്ട്. മാത്യു സുധിയൻ ബാവയുടെ ഓർമ്മയാണല്ലോ, ആ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്. പാടത്ത് നെല്ല് വിതച്ചിടുമ്പം നമുക്കറിയാം അതിൻ്റെ അതിരുകൾ എന്തൊക്കെയാണ് അല്ലേ? എല്ലാത്തിനും ഓരോ പരിധികൾ ഇങ്ങനെ കളം തിരിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ നെല്ലെല്ലാം എല്ലാം വളർന്ന് ഇത് മുഴുവനും തികഞ്ഞു നിൽക്കുമ്പോഴോ അതിരുകൾ കാണാൻ പറ്റുമോ? അതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ പരിപൂർണമായി കഴിയുമ്പോൾ പിന്നെ പരിധികളില്ല, പിന്നെ അതിരുകളില്ല, പിന്നെ എല്ലാവരും അതിരുകൾക്ക് അപ്പുറത്തേക്ക് ഒന്നായി ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദൈവരാജ്യ സങ്കല്പമാണ് പിതാക്കന്മാർ പോലും പങ്കുവച്ചത്. പരിധികൾക്കപ്പുറത്തേക്ക്, അതിരുകൾക്കപ്പുറത്തേക്ക് അറിയുന്ന ഒരു പ്രവചനം. ആ പ്രവചനമാണ് യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതുപോലെ ആ യോനാ പ്രവാചകന്റെ അനുസരണക്കേടിനുണ്ടായ 4 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ആമുഖമായിട്ട്. അങ്ങനെ ഈ യോനാ പ്രവാചകന്റെ ഈ അനുസരണക്കേട്, ഇല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായ മനോഭാവങ്ങളിൽ നിന്ന് അവനെ യാത്ര ചെയ്യിക്കുന്ന ചില അനുതാപത്തിൻ്റെ പടവുകൾ ചവിട്ടുന്ന കുറേ വേദഭാഗങ്ങളാണ് ഈ പുസ്തകം മുഴുവനും. നമുക്കറിയാം, പിതാക്കന്മാര് അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളൊക്കെ പറയും ഒത്തിരി മർമ്മങ്ങളുള്ള പുസ്തകമായതെന്ന്. എത്രമാത്രം വായിച്ചാലും ഓരോ വാക്യങ്ങൾ എടുത്താലും ഒത്തിരി ആഴമായി പഠിക്കാനുള്ള പുസ്തകമാണ് ഈ 4 അധ്യായങ്ങളുള്ള പുസ്തകം. അതിൽ പ്രവാചകനെ മാനസാന്തരപ്പെടുത്തുന്നു, രാജാവിനെ മാനസാന്തരപ്പെടുന്നു, ദേശത്തെ മാനസാന്തരപ്പെടുത്തുന്നു, ദേശത്തിലെ സകല നിവാസികളെ മാനസാന്തരപ്പെടുത്തുന്നു. ഇങ്ങനെ 3 ദിവസത്തെ നോമ്പിനെ അത് പരിപൂർണമായും ദ ബുക്ക് ഓഫ് ജോന ഇസ് ദ ബുക്ക് ഓഫ് റെപ്പന്റൻസ് എന്ന് പറയും. യോനായുടെ പുസ്തകം അനുതാപത്തിന്റെ പുസ്തകമാണ്. ദി ബുക്ക് ഓഫ് ജോന ഈസ് ദ ബുക്ക് ഓഫ് കൺഫഷൻ. കുംഭസാരത്തിന് പറ്റിയൊരു പുസ്തകമാണ് ജോനായുടെ പുസ്തകം. പിന്നീട് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. ദി ബുക്ക് ഓഫ് ജോന ഈസ് ദ ബുക്ക് ഓഫ് ഹീലിംഗ്. സൗഖ്യം നൽകുന്ന പുസ്തകമാണ് യോനായുടെ പുസ്തകം. അങ്ങനെ ഏറെ അർത്ഥതലങ്ങളുള്ള പുസ്തകമാണ് യോനയുടെ പുസ്തകമെന്ന് നമുക്കറിയാം. യോനയെ പറ്റി പറയുന്ന ഒരു തലക്കെട്ട് ഇങ്ങനെയാണ്: ആൻ ഒബ്സ്റ്റിനേറ്റ് പ്രോഫറ്റ്. അനുസരണം കെട്ട പ്രവാചകനാണ് ആര്? യോന. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അങ്ങനെയാണല്ലോ, അവനെ കുറ്റപ്പെടുത്തിയാ പറഞ്ഞത്. നിർത്തുക കേട്ടോ, ഇനി യോനയുടെ നല്ല കാര്യങ്ങൾ പറയാൻ പോവാ. അവന് അഴുക്ക് മാത്രമൊന്നുമല്ല, അവന് കുറേ നല്ല കാര്യങ്ങളും കൂടെ ഉണ്ട്. നമുക്കും ഒരു ദൈവത്തെ അറിയാതെ പോകുന്ന ചില നിമിഷങ്ങളുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ തിരിഞ്ഞു വരുന്ന ഒരു നല്ല കാലങ്ങളും കൂടെ ഉണ്ട്. അതുകൊണ്ട് ആൻ ഒബ്സ്റ്റിനേറ്റ് പ്രോഫറ്റ് ടു ദ സക്സസ്ഫുൾ പ്രോഫറ്റ്. അനുസരണം കെട്ട പ്രവാചകനിൽ നിന്ന്
വിജയായിത്തീരുന്ന ഒരു പ്രവാചകനിലേക്കുള്ള യാത്രയാണ് ഈ 4 അധ്യായങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്ന അങ്ങനെയാണ്. അതെവിടെ നിന്നാണ് തുടങ്ങുന്നത്? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? യോന കപ്പലിലൊക്കെ കയറി സുഖമായി ഉറങ്ങുക. സുനിദ്ര മെത്തകളാൻ തോന്നുന്നു, വളരെ സുഖമായ ഉറക്കമുണ്ട്. ഇപ്പോഴും പതുക്കെ തുടങ്ങും ഇവിടെ എല്ലാവരും ഒക്കെ. എങ്കിലും യോനയും അതുകൊണ്ട് ആ ഉറക്കത്തിൽ തന്നെയാണ്. അതൊരു തെറ്റൊന്നുമല്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രസംഗിച്ച് എത്രയോ പേരുണ്ട്. ഏലിയാവ് ചൂരച്ചുടയുടെ ചൂട്ടിൽ കിടന്നുറങ്ങുമല്ലായിരുന്നു. അവിടെ നിന്നല്ലേ പറഞ്ഞേ, നീ എഴുന്നേറ്റ് നിന്നിട്ട് നീ ഹോറേബോളം യാത്ര ചെയ്യുക, നിനക്ക് അനേകം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് അവനെ ഒന്ന് പറഞ്ഞു പിന്നെ ഉറങ്ങി, ഒന്ന് പറഞ്ഞു പിന്നെ ഉറങ്ങി, ഒന്ന് പറഞ്ഞു പിന്നെ ഉറങ്ങി, പിന്നെ അവനെ ഉറക്കിയില്ല, എഴുന്നേപ്പിച്ച് അവനെ ഓടിച്ചു. നീ ഓട്. അവിടെ ചെന്നല്ലേ പിന്നീട് പുതപ്പെടുത്ത് ആ നദിയെ അടിക്കുന്നതും അത് രണ്ടാകുന്നതും ആ പുതപ്പിന്റെ ശക്തിയാൽ ഏലീശ പ്രവാചകനെ അയക്കുന്നതെല്ലാം ഉറക്കത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ദർശനങ്ങളും വിളികളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. യാക്കോബ് ബഥേലിൽ ലാബാന്റെ ഭവനത്തിലേക്ക് പോകുമ്പോഴല്ലേ, ബഥേലിൽ അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴല്ലേ ദർശനം കാണുന്നത്. അതുകൊണ്ട് ഉറക്കമൊരു നെഗറ്റീവ് കാര്യങ്ങളൊന്നുമല്ല. അതിൽ നിന്നും അനുഭവമുള്ള അനുഗ്രഹകരമായ അനുഭവങ്ങളുണ്ട്. ഇവിടെ യോനയും കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായ ഉറക്കമാണ്. ആ ഉറക്കത്തിൽ നിന്ന് നമുക്കൊന്ന് എഴുന്നേക്കണം. അവിടെ എല്ലാവരും ഉറങ്ങി എഴുന്നേക്കണം. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രമേ യോനയുടെ അനുതാപത്തിലേക്കുള്ള യാത്രകൾ നമുക്ക് ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം യോന കാണിച്ചു തരുന്ന കാര്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ മാത്രമേ മറ്റു കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഉറങ്ങിക്കൊണ്ടിരുന്നാൽ യോനയുടെ അനുതാപം നമുക്ക് കിട്ടത്തില്ല. ഉണർന്നിരിക്കുവാണെങ്കിൽ യോനയുടെ അനുതാപം നമുക്ക് കിട്ടും. യോന അങ്ങനെ നിസ്സംഗനായി ഇങ്ങനെ ജീവിക്കുമ്പം, ഇങ്ങനെ കിടന്നുറങ്ങുമ്പം അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവ് ആരുടെയായിരുന്നു? സുഖകരമായി ഉറങ്ങുവാണ്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് സമുദ്രത്തിൽ വലിയ കോളൊക്കെ തട്ടി, വലിയ കൊടുങ്കാറ്റ് യഹോവയെ അടുപ്പിച്ചെന്നാണ് പറയുന്നത്. എല്ലാത്തിൻ്റെയും ഇതിൻ്റെ മേക്കർ ആരാ? പ്രോജക്റ്റ് ഇതെല്ലാം നടത്തുന്ന മോളിൽ നിന്ന് ആരാ? എല്ലാം യഹോവയാ. വായിക്കുമ്പോൾ എല്ലാം അറിയാം. യഹോവ കൊടുങ്കാറ്റ് അടുപ്പിച്ചു, യഹോവയാണ് എല്ലാം ചെയ്തത്. വലിയ മത്സ്യത്തെ കൽപ്പിച്ചാക്കി, യഹോവ ഒരു പുഴുവിനെ അയച്ചു, യഹോവ ഒരു കിഴക്കൻ കാറ്റ് വരുത്തി. അപ്പോൾ ഈ മാനസാന്തരത്തിനെല്ലാം പദ്ധതിയും അതിൻ്റെ എന്നാ പറയുന്നത്, അതിൻ്റെ ആ പ്രൊഡ്യൂസർ, അതിൻ്റെ ഡയറക്ഷൻ ആൻഡ് ഇത് ഓൾ തിങ്സ് ബൈ ആരാ? ഗോഡ്. ഇതിൻ്റെ എല്ലാം നിർമ്മിതാവും ഇതിൻ്റെ ഡയറക്ഷനും ഇതിൻ്റെ എല്ലാം ഛായാഗ്രഹണവും എല്ലാം നിർവഹിക്കുന്ന ആരാ? ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഈ സിനിമയുടെ ഫുൾ പ്രൊഡ്യൂസർ ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവമാണ് അവിടെ കാറ്റടിപ്പിച്ചപ്പം യോന ഇതൊന്നും അറിയുന്നില്ല. വലിയ കാറ്റാണെങ്കിൽ യോന സുഖകരമായി ഉറങ്ങുക. തനിക്ക് വളരെ ശാന്തമായ ഉറക്കം. ആ ഉറക്കത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുന്നത് ആരാ? കപ്പൽ പ്രമാണി എഴുന്നേൽപ്പിക്കുന്നതല്ലേ. വളരെ ഒരു വ്യാഖ്യാനം, വളരെ സുന്ദരമായൊരു വ്യാഖ്യാനമുണ്ട് കേട്ടോ. ഈ കപ്പൽ പ്രമാണി ആരാണെന്നാണെന്നറിയോ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ് ഈ കപ്പൽ പ്രമാണി എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഇങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. യോനയെ വഹിച്ച കപ്പൽ ലോകമാണ്, വിഴുങ്ങിയ മത്സ്യ സഭയാണ്. യോനയെ വിളിച്ചുണർത്തിയ കപ്പൽ പ്രമാണി പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് യോനയെ വഹിച്ച ആ കപ്പല് ആ ലോകത്തിൽ ജീവിക്കുമ്പം സഭയെ ഒരുക്കുകയാണ് അവൻ്റെ രക്ഷയ്ക്കായിട്ട്. ആരാണ് വിളിച്ചുണർത്തുന്നത്? പരിശുദ്ധാത്മാവാണ്. പാപത്തിന്റെ ഉറക്കത്തിൽ നിന്ന്, മ്ലേച്ഛതയുടെ ഉറക്കത്തിൽ നിന്ന്, തെറ്റിപ്പോകുന്ന ദൂർത്തിന്റെ വഴിയിൽ നിന്ന് നമ്മെ വിളിച്ചുണർത്തുന്നത് ആരാണ്? നീതിയെപ്പറ്റിയും സത്യത്തെപ്പറ്റിയും പാപത്തെ പറ്റിയും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ കപ്പൽ പ്രമാണി പരിശുദ്ധാത്മാവാന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഈ കപ്പൽ പ്രമാണി വന്ന് ചോദിക്കുകയാണ്, വൈ ആർ യു സ്ലീപ്പിംഗ്? നീ എന്തിനാ ഉറങ്ങുന്നേ? രാവിലെ നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അപ്പനും അമ്മയും ചോദിക്കാറുണ്ടോ, മോനെ നീ എന്തിനാ ഉറങ്ങുന്നതെന്ന്? ഇതുവരെ ചോദിച്ചായിരുന്നോ? ചോദിച്ചിട്ടില്ലല്ലേ? നിങ്ങളെപ്പറ്റിയാ. നിങ്ങൾ ഇതുവരെ ചോദിച്ചില്ലെന്നാ പറയുന്നത്. വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് ചോദിക്കണം. ബാക്കി ഉത്തരവും കൂടെ ഉണ്ടേ. കപ്പൽ പ്രമാണി എന്താ പറയുന്നറിയാവോ? വൈ ആർ യു സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ തീർക്കുകയല്ല. എന്താ പറയുന്നത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അപ്പനും അമ്മയും വെളുപ്പിനെ മക്കളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പറയേണ്ട കാര്യമാണ് കപ്പൽ പ്രമാണി ഇവിടെ പറയുന്നത്.
നീ എന്തിനാ ഉറങ്ങുന്നേ? നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. എന്താ കാരണം? നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മോട് കരുണ കാണിക്കുമല്ലോ എന്ന് പറഞ്ഞു. ദൈവം നമ്മോട് കരുണ കാണിക്കണമെങ്കിൽ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി കപ്പൽ പ്രമാണിയാണ് പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചില നിമിഷങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ആരും വീണു പോകാം. പ്രാർത്ഥിക്കാതിരിക്കുന്നത് വലിയ നിസ്സംഗതയെ പെട്ടെന്ന് പിശാചു കൊണ്ടുവന്ന് ചാടിക്കുന്ന ഒരു പാപമാണ്, ഇല്ലെങ്കിൽ വലിയൊരു പാപമാണ് പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാം ചെയ്യും, പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതിലേക്ക് വിളിച്ചുണർത്തി എഴുന്നേൽപ്പിക്കേണ്ടത്, ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയാൽ എൻ്റെ മാതാപിതാക്കളെ നിങ്ങൾ എന്നെ ഓർപ്പിക്കണം, അച്ഛാ പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാലേ എനിക്ക് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ബോധം ഉണ്ടാകത്തുള്ളൂ. ആരും മറന്നു പോകുന്ന പിശാചിന്റെ ഏറ്റവും വലിയ ഗണിയ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത്. ഇവിടെ എന്താണ്? വൈ ആർ യു സ്ലീപ്പിംഗ്? നീ എന്തിനാ ഉറങ്ങുന്നേ? നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, വേറെ ഒന്നിനും വേണ്ടി അല്ല. നമ്മുടെ കപ്പല് നല്ല ഭംഗിയായിട്ട് യാത്ര ചെയ്യണമെന്നോ, നമുക്ക് നീ ചീട്ടൊക്കെ എടുത്തതല്ലേ, നല്ല കാശ് മുടക്കി ടിക്കറ്റ് എടുത്തതല്ലേ, നിനക്ക് ഇന്നടത്ത് പോയി ഇറങ്ങണ്ടേ? ഇതൊന്നും അല്ല വിഷയം. ദൈവസന്നിധിയിൽ നമുക്ക് നശിച്ചു പോകാതിരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്കായിട്ടാണല്ലോ നമ്മളെല്ലാം കൂടി വന്നിരിക്കുന്നത്. അങ്ങനെ നിസ്സംഗനായ യോനയോട് ചോദിക്കുകയാണ്, വൈ ആർ യു സ്ലീപ്പിംഗ്? നീ എന്തിനാണ് ഉറങ്ങുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി ദൈവദർശനങ്ങൾ കണ്ട അനേകരുണ്ട്. യോനയും ഇനി ആ ദൈവദർശനത്തിലേക്കാണ് കടക്കുന്നത്. ആ അനുഭവത്തിലേക്ക്, പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് അങ്ങനെ ഒരു കപ്പൽ പ്രമാണിയുടെ ഒരു ഇനിഷ്യേറ്റീവാണ് അവൻ്റെ ജീവിതത്തിൽ തുടർചലനങ്ങൾ ഉണ്ടാക്കിയത്. നമ്മൾ വിചാരിക്കുന്നവരാരും അല്ല നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ പോലും ആയിരിക്കത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ആചാരത്വത്തിൻ്റെയോ പൗരോഹിത്യത്തിൻ്റെയോ ആത്മീയതയുടെ ഉന്നത ഭാവത്തിലിരിക്കുന്നവരൊന്നും അല്ലായിരിക്കും. കടത്തണ്ണയിൽ ഭിക്ഷ യാചിക്കുന്നവനായിരിക്കും എന്നെ ആത്മീയത പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കപ്പൽ പ്രമാണിയാണ് അവനെ ദൈവവിചാരം ഉണ്ടാക്കുന്നത്. വിജാതീയനാ കപ്പൽ പ്രമാണി. അവരുടെ വിജാതീയ ജീവിതമാണ്. അവനാണ് പറഞ്ഞത്, നീനക്ക് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അതിനകത്ത് തന്നെ ഉണ്ട് അവൻ്റെ ദൈവമല്ല ഇവൻ്റെ ദൈവമെന്ന്. രണ്ടുപേരും രണ്ട് തരത്തിലുള്ള വിശ്വാസമുള്ളവർ തന്നെയാണ്. പക്ഷെ എങ്കിലും അവൻ പറയുകയാണ്, നീ നിന്റെ ആത്മീയ മണ്ഡലത്തെ നീ ഒന്ന് ഉയർത്ത്, നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന്. ആ പ്രാർത്ഥനയിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. കൂട്ടിക്കൊണ്ടുവരുമ്പോൾ പിന്നെയും അവിടെ ചീട്ടിടുന്നു. പിന്നീടും ചോദ്യങ്ങൾ കൂടുന്നു. ഈ ചോദ്യത്തിൽ നിന്നുണ്ടാവുന്ന ഇവൻ്റെ ഉത്തരങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അനുതാപത്തിൻ്റെ പിതാക്കന്മാർ പറയുന്നത് പോലെ അനുതാപത്തിൻ്റെ പരമ്പരകളാണ് ഇതിനകത്ത്. സീരീസ് ഓഫ് റിപ്പൻറ്റൻസ് എന്ന പുസ്തകത്തെ പറ്റി പറയും. ഈ അനുതാപത്തിൻ്റെ പരമ്പരകളിൽ ഇവനുണ്ടാവുന്ന മറുപടികളിലാണ് നമ്മുടെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. ഇവനുണ്ടാവുന്ന മറുപടികൾ, അവനുണ്ടാവുന്ന മറുപടികളിൽ നിന്നുണ്ടാവുന്ന അനുതാപത്തിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ്? പിന്നീടും ചോദിക്കുന്നുണ്ടല്ലോ, നിന്റെ തൊഴിലെന്താ? നിന്റെ പേരെന്താ? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ? ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ചോദിക്കുമ്പം അവൻ പറയുന്ന ഉത്തരം എന്താ? ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വരുമ്പം 20 മിനിറ്റോ 15 മിനിറ്റത്തെ കാര്യമുള്ളൂ ഈ 4 അധ്യായം വായിച്ചിട്ട് വരാം കേട്ടോ. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഈ 3 ദിവസം കൊണ്ടൊന്ന് വായിച്ചു തീർത്താലും മതി, വായിച്ചൊന്ന് ധ്യാനിച്ചാൽ മതി. നമുക്ക് കാണാപ്പാഠം പഠിക്കാവുന്ന അനുഭവങ്ങളെ അതിനകത്തുള്ളൂ. എന്താ ഉടനെ ഉത്തരം പറയുന്നത്? ഞാനൊരു എബ്രായൻ. പിന്നെ എന്താ പറയുന്നത്? കോമ ഇട്ടിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല. ഞാനൊരു എബ്രായൻ. എന്ത് കാരണത്താൽ ഞാൻ എബ്രായനാന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് ഇതിനകത്ത്. നമ്മൾ ഓരോന്ന് ശ്രദ്ധയോടെ വായിക്കണം. അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, കോമായ. ഞാനൊരു എബ്രായനാണെന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളല്ല. എന്താ പറയുന്നേ? കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ആരാധിച്ചു വരുന്നു. ഞാനൊരു എബ്രായനാന്ന് പറയാനുള്ള കാര്യം എന്നാ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ദൈവവുമായിട്ട് വളരെ അടുപ്പമുള്ളവരാ. ഞങ്ങൾ നല്ല ഉന്നത കുല ജാതിക്കാരാ. പക്ഷെ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ആ കുലജാതി മഹിമ പറഞ്ഞുകൊണ്ടിരുന്നതും ഒരു പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തും കുറച്ചു കാലമൊക്കെ മുമ്പും അങ്ങനെയുള്ളവര് എന്തടിസ്ഥാനത്തിൽ അവരേറ്റവും ഉന്നത കുലജാതിക്കാരാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ.
ഇസ്രായേൽ പീപ്പിൾ ഓഫ് ഗോഡ്, ഇസ്രായേൽ ജനത എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും വിശേഷിപ്പിക്കുന്നത്? അവര് ദൈവജനമാണെന്നുള്ള ആ ഒരു ഇതിൽ അവർ നടക്കുന്നത്. നമ്മുടെ നാട്ടിലും കുറച്ചു കാലമൊക്കെ മുമ്പും പല പല തട്ടുകളുണ്ടല്ലോ ജാതി വ്യവസ്ഥയിലൊക്കെ. അതിൽ ഇന്ന ജാതി വളരെ പ്രാധാന്യത്തോടെ ഇതാണ്, അത് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അത് അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളവർ ദൈവവുമായിട്ടും ഈശ്വരനായിട്ടും ആചാരങ്ങളുമായിട്ടും ദേവാലയമായിട്ടും അമ്പലവുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി പോലും തിരിച്ചിരുന്നത്. ചിലർക്ക് ദൈവത്തെ കാണാൻ മേല, ഇങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കലുകൾ. അപ്പോൾ ഇവരും, ഞാനൊരു എബ്രായനാണ്, ഇസ്രായേൽ ജനതയുടെ കുലമഹിമയുള്ള, ഞങ്ങൾ പാരമ്പര്യമുള്ള അബ്രാഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെയും വഴികളിൽ നടന്ന വിശ്വാസമുള്ള പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഒരു തലമുറകളാണ്. എന്താ കാരണം? കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ഞങ്ങൾ ആരാധിച്ചു വരുന്നു. ഒന്നാമതായിട്ട് അവൻ്റെ ദൈവ അവബോധം എന്താണെന്ന്. ദൈവമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവെന്നും ആ സൃഷ്ടാവിനെയാണ് ഞങ്ങൾ ആരാധിച്ചു വരുന്നതെന്നും ഞങ്ങളുടെ ഉടയവനെന്നും ഞങ്ങളുടെ തമ്പുരാനെന്നും ഞങ്ങളെ വഴി നടത്തുന്നതും ദൈവമാണെന്നുള്ള, ഇസ്രായേലിൻ്റെ യഹോവയാണെന്നുള്ള ബോധ്യം അവനുണ്ട്. അതുകൊണ്ട് അവൻ എന്തിനാണ് ഉറങ്ങുന്നതെന്ന് അവൻ ആദ്യം ഉത്തരം കൊടുക്കുന്നത് എന്താണ്? തൻ്റെ ദൈവബന്ധത്തിൽ നിന്ന്. നിന്റെ തൊഴിലെന്താ? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചപ്പം ഞാൻ ഇന്നാരുടെ മക്കളാണ്, ഞാൻ ഇന്ന കുടുംബത്തിലാണ്, എനിക്ക് ഇന്ന ജോലിയാണ്, ഞാൻ ഇന്നതുവരെ പഠിച്ചു എന്നുള്ള ലോകബന്ധങ്ങളല്ല യോന പറഞ്ഞത്. പിന്നെയോ ദൈവ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാ യോന സംസാരിക്കാൻ തുടങ്ങുന്നത്. കപ്പൽ പ്രമാണി എന്തിനെ പറ്റിയാ സംസാരിക്കാൻ തുടങ്ങിയേ? ആദ്യം എന്താ ചോദിച്ചത്? നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാന്നാ. കപ്പൽ പ്രമാണി സംസാരിച്ചു തുടങ്ങി എന്ത് വിഷയത്തെ പറ്റിയാ? ദൈവബന്ധത്തെ പറ്റി തന്നെയാ കപ്പൽ പ്രമാണി അതാ സംസാരിച്ചു തുടങ്ങിയത്. ആ ബോധ്യം ഇങ്ങോട്ട് കൊടുത്തപ്പം ഇവന് തിരിച്ച് ഉത്തരം കൊടുക്കുന്ന എന്താ? ഞാനും ദൈവവിശ്വാസിയൊക്കെ തന്നെയാ, ഞാനും ദൈവത്തെ സ്തുതിച്ചു വരുന്നു. കടലും കരയും ഉണ്ടാക്കിയ ദൈവം. അപ്പോൾ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. ഈ ലോകമെല്ലാം സൃഷ്ടിച്ചത് എൻ്റെ ദൈവമാണെന്നും ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ള ബോധ്യം ഈ എബ്രായനുണ്ട്. ഞാൻ ആരാണ്? ഹുവാമൈ, ഞാൻ ആരാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് അവിടെ നിന്നാണ് നമ്മുടെ അനുതാപം ആരംഭിക്കേണ്ടത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാ, ഹുവാമൈ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാർ അനേകം എന്തിനായി നോമ്പെടുക്കുന്നതെന്ന് പഠിപ്പിക്കാറുണ്ട്. തിരുവചനം പഠിപ്പിച്ചു തരുന്ന ഒരു ഉത്തരം ഇതാണ്: ഒരുത്തരം ഇതാണല്ലോ, നോമ്പാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. അവിടെ പിന്നീട് ഇംഗ്ലീഷിലും അതിൻ്റെ റൂട്ട് വേർഡിലൊക്കെ പിന്നെ മാറ്റങ്ങളുണ്ട്. നോമ്പാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതിക്ക് മാറ്റമുണ്ടാകില്ല. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നോമ്പും പ്രാർത്ഥനയും. നോമ്പാലും പ്രാർത്ഥനയാലും അല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എത്ര മാറണമെന്ന് നിങ്ങൾ, വസ്ത്രം മാറായിരിക്കും, സ്റ്റൈല് മാറായിരിക്കും, നമ്മുടെ ഭാഷ മാറായിരിക്കും, നമ്മുടെ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പല അഭിനയങ്ങളും നടത്തി നടക്കാം. ആ മാറ്റത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത് ഇന്നർ ചേഞ്ച്. ഉള്ളിൽ നമുക്കൊരു അനുഭവം, ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്തേ ഉള്ളൂ? അതാ പൗരസ്ത്യ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്. നോമ്പാലും പ്രാർത്ഥനയാലും. കർത്താവ് പറഞ്ഞ വചനം തന്നെയാണ് അത്. കർത്താവ് എന്ത് പറഞ്ഞു? ഈ ജാതിക്കൊരു മാറ്റം ഉണ്ടെങ്കിൽ അത് നോമ്പാലും പ്രാർത്ഥനയാലേ ഉള്ളൂ. കർത്താവ് പോലും ദൈവപുത്രനായിട്ടും 40 രാവും 40 പകലും ഉപവസിച്ചും നോമ്പെടുത്ത് നമ്മെ കാണിച്ചു തന്ന കർത്താവ്. അതിലൂടെ ഒരു മാറ്റം ഉണ്ടാവത്തുള്ളൂ. എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും നമ്മൾ സഭ പ്രാധാന്യത്തോടെ നോമ്പ് നോക്കുന്നത്. ദൈവജനം എല്ലാം മാനസാന്തരപ്പെട്ട് വരണമെന്നുള്ള സഭയുടെ അത്യുത്കൃഷ്ടമായ ആഗ്രഹം കൊണ്ടാണ്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നോമ്പിനെയും പ്രാർത്ഥനയും ഇത്ര ഗൗരവത്തോടുകൂടെ തന്നെ സഭ വീണ്ടും വീണ്ടും നോക്കുന്നത്. എന്തിനു വേണ്ടിയാ? അതെല്ലാ വർഷവും നടക്കേണ്ട ഒരു ചടങ്ങല്ല. വീണ്ടും വീണ്ടും ദൈവരാജ്യത്തിലേക്ക് മാനസാന്തരപ്പെട്ട്, ആകയാൽ നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടുവീൻ എന്നുള്ള സുവിശേഷമാണ് കർത്താവ് അറിയിച്ചത് ലോകം മുഴുവനും. വേറെ ഒന്നും അവൻ അധികം പ്രസംഗിച്ചതായിട്ട് ഉപമകളും കഥകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യം പ്രസംഗിച്ചത് എന്താ പറഞ്ഞത്? ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. അതിൽ നിന്ന് തുടങ്ങുന്ന ബാക്കിയല്ല. ആ മാനസാന്തരത്തിന് വേണ്ടിയാ അവൻ ഉപമകൾ പറഞ്ഞത്, കഥകൾ പറഞ്ഞത്. അവസാനം ഇവർ മാനസാന്തരപ്പെടാഞ്ഞപ്പോഴാണ് സ്വന്തം ശരീരവും രക്തവും എടുത്തു വരെ കൊടുക്കേണ്ട വന്നത്. അതിലെങ്കിലും നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു.
എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമതായിട്ട് ഈ നോമ്പും പ്രാർത്ഥനയും എന്തിനാണ്? നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. എല്ലാ ദിവസവും ജീവിതത്തിൻ്റെ സ്റ്റൈലുകൾ മാറുക. കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, കേരളത്തിലെ മനുഷ്യരുടെ എല്ലാം ജീവിത നിലവാരം ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി, അക്കാഡമിക്കലി എല്ലാവരും കുറച്ചും കൂടെ സാക്ഷരതരായി തന്നെയാണ് കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും വരുന്നത്. 96%, 99% ആളുകളും വളരെ സാക്ഷരതയോടെ വളർന്നു വരുന്നുണ്ട്. പക്ഷേ ജീവിത നിലവാരം കൂടുന്നെങ്കിലും ജീവിത ശൈലിയിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ജീവിത ശൈലി രോഗങ്ങൾ കേരളത്തിലെ ആളുകൾ കൂടിക്കൂടി വരിക. ഏകദേശം 25% ആണുങ്ങൾക്കും 25% പെണ്ണുങ്ങൾക്കും പ്രമേഹം പോലെയുള്ള ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ, ഏകദേശം 50% മനുഷ്യർക്ക് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങളാണ്. അതെവിടെ നിന്നാണ് വരുന്നത്? ജീവിതശൈലികളിൽ നിന്നാണ് ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടാവുന്നത്. ഈ നോമ്പും പ്രാർത്ഥനയൊന്നും എടുക്കാതെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു സെമിനാർ ഞാലിയാവഴുതാറായിലുണ്ടായിരുന്നു. ഉപവാസവും പ്രാർത്ഥന കൊണ്ടും ശരീരത്തെ, ഹെൽത്തിനെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇതിൻ്റെ ഈ പ്രകൃതി ജീവന പരമ്പരയിലുള്ളവരൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടല്ലേ സ്വാമി രത്നാനന്ദ പറയുന്നില്ലേ, നിങ്ങളുടെ ശരീരശുദ്ധിയാണ് നിങ്ങളുടെ മനഃശുദ്ധി തരുന്നത്. അല്ല, തുടക്കം ഇങ്ങനെയാണ്: ആഹാരശുദ്ധി നിങ്ങളുടെ ശരീരശുദ്ധി തരും, ശരീരശുദ്ധിയാണ് മനഃശുദ്ധി തരുന്നത്, മനഃശുദ്ധിയാണ് എന്ത് തരുന്നത്? ഹൃദയവിശുദ്ധി നൽകുന്നത്. എവിടുന്നാണ് തുടങ്ങുന്നത്? ആഹാരത്തിൻ്റെ ശൈലിയിൽ നിന്നാണ്. കഴിക്കുന്നതുൾപ്പെടെ നമ്മുടെ പഴയ നിസ്സാരം, ഞാനൊന്നും അതിനകത്ത് ഇതല്ല, നിസ്സാരം ഒരു കാര്യം പറയാം. നമ്മുടെ പഴയ മനുഷ്യർ കഴിക്കുന്ന പാത്രവും ഞാനൊക്കെ കഴിക്കുന്ന പാത്രവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ആവശ്യത്തിനെടുത്ത് വൃത്തിയായിട്ട് കഴിച്ച് അത് കണ്ടാൽ തന്നെ നമുക്ക് അടുക്കളയിൽ കൊണ്ടുപോയി ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് വെക്കാനുള്ള നീറ്റ്നെസ് അത് ആ പാത്രത്തിന് വരെയുണ്ട്. അത്ര ക്വാളിഫൈഡ് ആയിരുന്നു നമ്മുടെ ആൾക്കാർ. പക്ഷേ പത്രത്തിൽ കണ്ട ഇതാണ്, ജീവിത നിലവാരം ഒത്തിരി വളർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ വേണ്ടതെല്ലാം നഷ്ടപ്പെടുകയും ജീവിത ശൈലി ഒത്തിരി കുറഞ്ഞു പോവുകയും ജീവിതശൈലിയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി കടന്നു വന്നു. അതുകൊണ്ട് ഇതിനെയെല്ലാം നമുക്ക് അതിജീവിക്കുവാൻ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ആയുധമാണ് നോമ്പും പ്രാർത്ഥനയും. അത് ആത്മീയമായി മാത്രമല്ല ഞാൻ പറയുന്നത്, ഫിസിക്കലി അത് സ്ട്രെങ്ത് നൽകുന്നത് തന്നെയാണ്. ചില സമയത്ത് ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അത് വലിയ ശക്തിയെ നമുക്ക്, ഇന്നർ പവർ നമുക്ക് തരും. ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമതായിട്ട് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഈ അച്ഛന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതാ. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പം 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അതിനൊരു മാറ്റം ഉണ്ടാവും. സത്യം, അത് ജീവിത അനുഭവം. അത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ചിലപ്പോൾ അന്നേരം നടത്തില്ലായിരിക്കും, നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കത്തില്ലായിരിക്കും, പക്ഷെ ദൈവം നടത്തും. അതുകൊണ്ട് പിതാക്കൻ പരിശുദ്ധ പാമ്പാടി തിരുമേനി എല്ലാം കാണിച്ചു തന്ന വലിയ മാർഗം അതല്ലേ. മഴ പെയ്യാഞ്ഞപ്പം, വലിയ പ്ലേഗ് വന്നപ്പം എല്ലാം എടുത്തൊരു മെഷർമെന്റ്, ഒരു സ്കെയിൽ എന്തേ ഉള്ളൂ? 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നിവൈരും എന്തേ ചെയ്തുള്ളൂ? അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം പറയുന്ന കാര്യം എന്തേ ഉള്ളൂ? നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ സൂത്താറയ്ക്ക് നമ്മൾ പാടുന്ന ബോവൂസായിക്കകത്തെ പാട്ടുണ്ട്. മോശയും ഏലിയായും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു. ബാക്കി പറ. ആകൽ കറുസായി ജയിക്കണമെങ്കിൽ നോമ്പെടുക്കണം. ഒന്നാമതായിട്ട് ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ നമുക്ക് നോമ്പെടുക്കണം. പൈശാചികമായ പ്രവണതകളെയും മ്ലേച്ഛമായ കാര്യങ്ങളെയും നമുക്ക് ഈ ലോകത്തിൽ അതിജീവിക്കണമെങ്കിൽ ഒറ്റ ഒരു ആയുധമുള്ള എന്താണ്? ലെന്റ് ആൻഡ് ഫാസ്റ്റിംഗ് ഇസ് ദ വെപ്പൺ. എന്താണ്? നോമ്പും പ്രാർത്ഥനയുമാണ് നമ്മുടെ ജീവിതത്തിലുള്ള ആയുധങ്ങളാണത്. നമുക്ക് ആരോടും തമ്മിൽ തല്ലിയോ, നമുക്ക് ആക്രമിച്ചോ, ആർക്കെങ്കിലും പഴിചാരിയോ, ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ചെയ്തോ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒറ്റ ഒരു ആയുധമുള്ള എന്ത്? ശത്രുക്കളുടെ മേൽ പോലും വിജയിക്കണമെങ്കിൽ ഒറ്റ ഒരു ആയുധമുള്ള എന്ത്? നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചേ. നമുക്കെതിരെ നിൽക്കുന്നവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചേ. എന്തോ ഒരു മാറ്റമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമതായിട്ട് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് എന്തിനെ ജയിക്കാനാണ്? പിശാചിനെ ജയിക്കണമെങ്കിൽ
നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട്, സുറിയാനി സാഹിത്യത്തിലെ അനശ്വരനായ കവിയായിരുന്നു സെറൂഗിലെ മോർ യാക്കോബ്. അദ്ദേഹം, നമ്മൾ യാക്കോബിൻ്റെ ബോവൂസയൊക്കെ ഒത്തിരി ചൊല്ലുന്നവരാണല്ലോ. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അനേകം അനുതാപത്തിൻ്റെ ബോവൂസകൾ എഴുതിയ സെറൂഗിലെ യാക്കോബ് തൻ്റെ തൂലിക കൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥന. 2, അനുതാപപൂർണമായ പ്രവർത്തികൾ. ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥനയും അനുതാപത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, അതിലെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ചെടി നടുന്നത് മുതൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അഹങ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളല്ല ഉണ്ടാവേണ്ടത്, പിന്നെ അനുതാപമോദമായ പ്രവർത്തിക്കാവുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിച്ച് അങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളല്ല സെറൂഗിലെ യാക്കോബ് പഠിപ്പിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുമ്പോഴും വളരെ നിസ്സാരമായി ചിന്തിച്ചേ. ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു, നീ വേണമെങ്കിൽ കഴിക്കുമെന്നും പറഞ്ഞ് വിളമ്പിക്കൊടുത്താൽ നമുക്കത് നമ്മുടെ വിശപ്പ് മാറ്റുമോ? ഇല്ല. അനുതാപപൂർണമായി ഒന്ന് വിളമ്പിക്കൊടുക്കണം. എല്ലാം ദൈവത്തിൻ്റെതാണ്. ഈ ഇരിക്കുന്നതും ഞാനും കഴിക്കുന്ന ഭക്ഷണവും വിളമ്പിക്കൊടുക്കുന്ന പാത്രവും എല്ലാം ദൈവം തന്നോണ്ടാ, അല്ലെ വേറെ ആരും തന്നോണ്ടല്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അനുതാപപൂർണമായ പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും ഉണ്ടാകണം. ഒന്നിലും അഹങ്കരിക്കാൻ നമുക്കില്ല. എല്ലാം ദൈവം തന്നതാണ്. ഒരു വൈറസ് വന്നാൽ മതി, ഇത് മുഴുവൻ തീരും. എല്ലാവരും അവരവരുടെ വീട്ടിലിരിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അനുതാപപൂർണമായ പ്രവർത്തനങ്ങൾ ഈ കാലത്ത് ഉണ്ടാവണമെന്ന് പഠിപ്പിച്ചതാ കോവിഡ്. താഴ്മയോടെ സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സെറൂഗിലെ യാക്കോബ് പറയുകയാണ്, ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, അനുതാപപൂർണമായ പ്രവർത്തികൾ, ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ചുണ്ടാകണം. എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച് അങ്ങോട്ട് പള്ളിയിലോട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പം ചീത്ത വിളിക്കാൻ തുടങ്ങല്ല. പ്രാർത്ഥിച്ചിറങ്ങുമ്പം ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥനയോടൊപ്പം തന്നെ വെളിയിലോട്ട് ഇറങ്ങുമ്പം അതേപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി അത് സമന്വയിക്കുമ്പം എന്തൊക്കെയാണ് റിസൾട്ട് കിട്ടുമെന്ന് അറിയാമോ? 1, ഈ ലോകത്തിൻ്റെ ഉടയവനായ തമ്പുരാനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റും. ഈ ലോകത്തിൻ്റെ ഹോൾ യൂണിവേഴ്സ്, മുഴുവനും ഈ ലോകത്തിൻ്റെ ഉടയവനായ തമ്പുരാനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റും. സങ്കീർത്തനങ്ങളിലുണ്ടല്ലോ, ഒരുവനിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനം സുസ്ഥിരമായിരിക്കും എന്ന് പറയുന്നില്ലേ? അപ്പോൾ ദൈവത്തിനിതിൽ നമ്മുടെ മേൽ പ്രീതി തോന്നും, നമ്മളെ ഇഷ്ടപ്പെടും. രണ്ടാമതായിട്ട്, അവിടെ കൊണ്ട് തീരുന്നില്ല, കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ് എന്താണെന്നറിയാമോ? നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന കോപശിക്ഷയെ അവൻ നീക്കി മായിച്ച് തുടച്ചു കളയും. അപ്പോൾ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനയും അനുതാപപൂർണമായ പ്രവർത്തനങ്ങളും ഉണ്ടായാൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. നിന്റെ മേൽ എന്തെങ്കിലും നിന്റെ ബലഹീനതകൾ കൊണ്ടോ പാപങ്ങൾ കൊണ്ടോ വന്നിരിക്കുന്ന ശിക്ഷയെ നീക്കി മായിച്ച് കളയും. നമ്മൾ പ്രൊമിയോനിൽ കുർബാനയിലെല്ലാം കേൾക്കുന്നത് തന്നെ, ഞങ്ങളുടെ പാപങ്ങൾ തുടച്ച് നീക്കി മായിച്ച് കളയണമേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. സെറൂഗിലെ യാക്കോബ് അതാ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഉപവാസത്തോടു കൂടി പ്രാർത്ഥിച്ച് അനുതാപപൂർണമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ഇത് രണ്ട് സമന്വയിപ്പിച്ചാൽ, രണ്ട് വഴിയെ പോകല്ല, ഒരുപോലെ സഞ്ചരിച്ചാൽ നമ്മുടെ ദൈവം നമ്മിൽ പ്രസാദിക്കും. ദൈവത്തിന് നമ്മോട് ഇഷ്ടം തോന്നും. അതുവഴി നമ്മുടെ മേലുള്ള ശിക്ഷയെ ദൈവം നീക്കി മായ്ച്ചു കളയും. ഞാൻ പറഞ്ഞു വന്നത്, അവൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന്, അതുവഴി അവനുണ്ടായിരുന്ന ബോധ്യങ്ങളിൽ നിന്ന് അവനുണ്ടാവുന്ന കാര്യമാണ് ദൈവാവബോധം. ആ ദൈവ അവബോധത്തിൽ നിന്നാണ് അവനുണ്ടാകുന്ന അനുതാപത്തിൻ്റെ പടവുകളിലേക്കാണ് അവൻ കടക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആരാണ് എന്നൊരു ചിന്ത. ആ ചിന്ത എവിടെ നിന്ന് ആരംഭിക്കണം? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആരംഭിക്കണം. ഈ ലോക ബന്ധത്തിൽ നിന്നല്ല ആരംഭിക്കേണ്ടത്. ഞാൻ ഇന്നയാളുടെ ഭാര്യയാണോ, ഇന്നയാളുടെ ഭർത്താവാണോ, ഇതെല്ലാം നമുക്ക് പ്രാധാന്യം തന്നെയാണ്. ദേവാലയത്തിൽ വരുമ്പോൾ മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളും ഈ ലോകത്തിൻ്റെ നിരാശകളും ഈ ലോകത്തിൻ്റെ അതിനപ്പുറമാണ് ഇപ്പം യോന പഠിപ്പിക്കുന്നത്. എന്താ, എനിക്കതൊന്നും അല്ല പ്രശ്നമില്ല, എന്താ കാര്യം, എന്താ പറയുന്നത്? എൻ്റെ ദൈവവുമായിട്ടുള്ള
ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. അതിലെന്തെങ്കിലും, ഞാൻ എപ്പോഴും എൻ്റെ വാചക പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ, ഈ ലോകത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിന്നോടുള്ള ബന്ധത്തിൽ നിന്ന് സ്വല്പം പോലും പുറകോട്ട് പോകുവാൻ എനിക്കിടയാകല്ലേ. ഈ ലോകത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടോട്ടെ, പക്ഷെ നിന്നോടുള്ള ബന്ധത്തിൽ ഞാൻ പടി കയറി വന്നിരിക്കുന്നതിൽ നിന്ന് പിന്നെ കുറച്ചുപോലും പുറകോട്ട് പോകുവാൻ എന്നെ ഇടയാക്കരുത്. പുറകോട്ട് പോയാൽ പിന്നെ ആദ്യം എടുത്തതിനപ്പുറം റണ്ണപ്പ് എടുക്കണം പിന്നെ നമ്മൾ മുന്നോട്ട് കയറി ചെല്ലണമെങ്കിൽ. അതുകൊണ്ടല്ലേ പ്രവാചകന്മാരെ നോക്കിക്കോ, മോശയെ നോക്കിക്കോ, മറ്റുള്ള ശമൂവേൽ, ഇങ്ങനെ ദാവീദിനെ ഒക്കെ നോക്കിക്കോ, അവരെല്ലാം പ്രവാചകന്മാരായിരുന്നു, ദൈവത്തിൻ്റെ അഭിഷിക്തരായിരുന്നു. പക്ഷെ വീണു പോയിട്ട് പിന്നെ കരകയറാൻ വലിയ പാടായിരുന്നു. ദൈവം വിളിച്ചിടത്ത് നിന്ന് പിന്നെ പുറകോട്ട് പോയാൽ പിന്നെ തിരിച്ച് കയറാനായിട്ട് വലിയ പാടാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാ, ദൈവമേ, ഈ ലോകത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോട്ടെ അതൊക്കെ തിരിച്ചു കിട്ടും. പണം നഷ്ടപ്പെടട്ടെ, അത് നാളെ തിരിച്ചു കിട്ടും. എന്തെങ്കിലുമൊക്കെ ആരുടെയും സ്നേഹം നഷ്ടപ്പെടട്ടെ, അത് തിരിച്ചു കിട്ടും. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് സ്വല്പം പോലും പുറകോട്ട് പോയാൽ പിന്നെ അതൊന്ന് പിടിച്ചു കയറാൻ ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങൾ നാളെ കിട്ടിയെന്ന് വരത്തില്ല. ഇന്ന് നമുക്കെല്ലാം ഇവിടെ വന്നിരിക്കാം, പക്ഷെ നാളെ ഈ ദേവാലയത്തിൽ വന്നിരിക്കാൻ പറ്റുമോ എന്ന് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്ന, അന്യമാകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവില്ല. ആ ദൈവ അവബോധം യോനയ്ക്കുണ്ടായതുപോലെ ഒന്നാമതായിട്ട് നമുക്കുണ്ടാവേണ്ടത് ആ ഒരു ദൈവ അവബോധമാണ്. ഞാൻ ആരാണ്, ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്, അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ, അതിനെ ഒന്ന് പുതുക്കാൻ വേണ്ടി ഈ ഉപവാസത്തിലൂടെയും നോമ്പിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ജീവിത ശൈലികളിലൂടെയും നമുക്ക് ഉണ്ടാകണം. മുടിയനായ പുത്രൻ്റെ 3 കരച്ചിലുകളുണ്ട്. മുടിയനായ പുത്രനെ നമുക്കറിയാം, അങ്ങനെ പറയുമെങ്കിലും അവൻ സ്നേഹവാനായ ഒരു പുത്രനാണെന്നൊക്കെ വ്യാഖ്യാതാക്കളും പറയും. ഒന്നാമതായിട്ട് അവൻ്റെ കരച്ചിൽ എന്തിനു വേണ്ടിയായിരുന്നറിയാമോ? അഹങ്കാരത്തിൻ്റെ കരച്ചിലായിരുന്നു. ഒന്നാമതായിട്ട് എന്തായിരുന്നു? സുഖത്തിലും അപ്പനെല്ലാം കൊടുക്കുന്നു, എല്ലാ ധനസമൃദ്ധിയിലും എല്ലാ സുഖത്തിലും ജീവിച്ചു. അന്നേരം അവൻ അഹങ്കരിച്ചു. അഹങ്കാരത്തിൻ്റെ കരച്ചിലായിരുന്നു. എനിക്ക് പോരാ, എനിക്ക് ഈ മൊബൈൽ പോരാ, എനിക്ക് ആപ്ലിക്കേഷൻ കൂടിയ മൊബൈൽ വേണം, എനിക്ക് ഈ വണ്ടി പോരാ, എനിക്ക് കൂടിയ വണ്ടി വേണം, എനിക്ക് ഈ വീട് പോരാ, എനിക്ക് കൂടിയ വീട് വേണം, എനിക്കിത് പോരാ, എനിക്കത് വേണം. അഹങ്കാരത്തിൻ്റെ കരച്ചിലാണ്. എനിക്കിത് മതി എന്ന് പറയുന്നിടത്ത്. രണ്ടാമതായിട്ട് അപ്പോഴാണ് അവൻ പറയുന്നത്, ഫാദർ ഐ ഗീവ് മീ, എനിക്ക് എന്തെങ്കിലും താ, എനിക്ക് പോരാ എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് അനുതാപത്തിൻ്റെ കരച്ചിൽ. അപ്പനെ എല്ലാം വിട്ട് ഓടിപ്പോയി അവൻ സുഖിച്ച് തൻ്റെ കയ്യിലുള്ള കുറച്ച് സമ്പാദ്യങ്ങളും സുഖങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് അങ്ങ് ജീവിക്കാം എന്നുള്ള അഹങ്കാരത്തിൽ നിന്നുണ്ടായ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടം ചെന്ന് അവനെ എത്തിച്ചത് എങ്ങോട്ടാ? ദാരിദ്ര്യത്തിലേക്ക്. അവിടെ കിടന്ന് അവൻ പ്രാർത്ഥിച്ചു. അവിടെ ഒരു കരച്ചിലുണ്ടായി. എന്ത്? അനുതാപത്തിൻ്റെ കരച്ചിൽ. അയ്യോ, ഇതിനേക്കാളും ഭേദം എൻ്റെ അപ്പൻ്റെ ഭവനമായിരുന്നല്ലോ എന്ന് ഓർത്തു. എൻ്റെ അപ്പൻ്റെ അടുക്കലായിരുന്നല്ലോ. കുറച്ച് അപ്പൻ തല്ലും, അപ്പൻ ഇച്ചിരി ദേഷ്യപ്പെടുന്നുണ്ട്, എങ്കിലും നല്ല ഭക്ഷണം കഴിച്ച് വീട്ടിൽ ജീവിക്കായിരുന്നു. അനുതാപത്തിൻ്റെ കരച്ചിൽ. 3 സമർപ്പണത്തിൻ്റെ കരച്ചിൽ. അഹങ്കാരത്തിൻ്റെ കരച്ചിലിൽ നിന്ന് അനുതാപത്തിൻ്റെ കരച്ചിലേക്ക് വന്നു. അനുതാപത്തിൻ്റെ കരച്ചിലിൽ നിന്ന് സമർപ്പണത്തിൻ്റെ കരച്ചിലിലേക്ക്. 3 ക്രൈസ്. സമർപ്പണത്തിൻ്റെ കരച്ചിലേക്ക് അവൻ കടന്നു വരികയാണ്. എന്താണ് പറയുന്നത്? മേക്ക് മീ ആസ് വൺ ഓഫ് യുവർ സെർവൻറ്റ്. അപ്പാ, നമുക്ക് ഒരുമിച്ച് പറയാം. അപ്പാ, എന്താ പറഞ്ഞത്? ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി നിന്റെ പുത്രനെന്നോ പുത്രിയെന്നോ വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. നിന്റെ ഭവനത്തിലെ ഒരു കൂലി വേലക്കാരനെ പോലെയെങ്കിലും എന്നെ ആക്കി തീർക്കണമേ. ഇതാണ് സമർപ്പണത്തിൻ്റെ കരച്ചിൽ. അതാണ് അമ്മ മറിയത്തിനുണ്ടായത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്താണോ ദ കംപ്ലീറ്റ്, ദ ഫുൾഫില്ലായിട്ട് അത് നടന്നോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. അതാ ദൈവത്തിലുള്ള സമർപ്പണം. ദൈവഹിതത്തോടുള്ള മനോഭാവം അതാ ഉണ്ടാകും. യോനയ്ക്ക് അതിലേക്ക് കൊണ്ടുവരിക. യോനയ്ക്ക് അത് ഉണ്ടായില്ല, അതിലേക്ക് ഉണ്ടാവുന്നത്. ദൈവം നിന്നെ ഭംഗിയായിട്ട് നടത്തുമെന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും ദൈവം നമ്മെ വഴി നടത്തുമെന്നും ആരുമല്ല ദൈവമാണ് എൻ്റെ ഉടമസ്ഥനെന്നുള്ള ഒരു ആത്യന്തികമായ ദൈവാവബോധം. ആ ദൈവാവബോധത്തിലേക്കാണ് യോനയെ നയിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നാമത് ഞാൻ ആരാണ്?
ഞാൻ എന്താണ് സെൽഫ് അസസ്മെൻ്റ് ആണ് നടത്തേണ്ടത് അനുതാപത്തിലേക്ക്. ഒരു കുമ്പസാരത്തിന് വരുമ്പോൾ നാം ആദ്യം നടത്തേണ്ടത് എന്താന്ന്? ഇത് കുമ്പസാരത്തിലേക്കുള്ളൊരു പ്രക്രിയ യോന പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. വലിയ കുമ്പസാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം എന്താ ചിന്തിക്കേണ്ടത്? ദേവാലയത്തിൽ വരുമ്പം ഞാൻ എന്താണ്, എൻ്റെ കുറവുകൾ എന്താ, എൻ്റെ ബലഹീനതകൾ എന്താ? പൗലോസ്ലീഹ സുവിശേഷം ലോകം മുഴുവൻ അറിയിച്ച ആളാ. പക്ഷേ പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ തെറ്റിപ്പോകുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ പേടിക്കുകയൊന്നും വേണ്ട, എൻ്റെ കൃപ. അതുകൊണ്ട് നമുക്ക് ചില ബലഹീനതകളും കുറവുകളൊക്കെ ഉണ്ട്. അത് ദൈവം നമുക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവസന്നിധിയിൽ വീണ്ടും വീണ്ടും ഓടി വരാൻ വേണ്ടി തന്നിരിക്കുന്ന ഗിഫ്റ്റാണത്. നമ്മുടെ ബലഹീനതകൾ നമുക്ക് അനുഗ്രഹമാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ഗ്രേസ്, ഗോഡ്സ് ഗ്രേസ്, അൺമെറിറ്റഡ് ഗ്രേസ്. അത് നമുക്ക് നേടാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഗിഫ്റ്റാണ് എന്ത്? നമ്മുടെ കുറവുകൾ. ആ കുറവുകൾ വേണം. ആ കുറവുകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അത് നമ്മുടെ കഴിവുകേടല്ല. ആ കുറവുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും ഓടി ഓടി ദൈവസന്നിധിയിലേക്ക് വരുന്നത്. കാലിനൊരു വേദന ഉള്ളത് കൊണ്ടാണ് ഞാൻ പള്ളിയിലോട്ട് വരുന്നത്. ഇല്ലെങ്കിൽ എനിക്കൊരു കഷ്ടത ഉള്ളത് കൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ഇതിലേ വരുമോ? വരത്തില്ല. വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. ഈ ഇരിക്കുന്നവരാരും വരത്തില്ല. കുറേ പേര് വീട്ടിൽ ഇരിക്കുന്നുണ്ട്, അവർക്ക് അടുത്ത വേദന ഉണ്ടാകുമ്പോൾ ഇനി ഓടി വരും. അതുകൊണ്ട് നമുക്ക് വേദനകൾ തരുന്നത്, ബലഹീനതകൾ തരുന്നത് ആസ് എ ഗിഫ്റ്റ്. എന്തിനു വേണ്ടി? ടു ഇംപ്ലിമെന്റ് ദ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയെ നമ്മുടെ മേൽ ഇംപ്ലിമെന്റ്, അങ്ങോട്ട് മുദ്രയിടാൻ വേണ്ടി ആ ഗ്രേസ് നമുക്ക് അനുഭവിക്കാൻ നൽകിയിരിക്കുന്ന ഗിഫ്റ്റാണ് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ആ അനുതാപത്തിലേക്ക്, കുമ്പസാരത്തിലേക്ക് വരുമ്പോൾ ഈ സെൽഫ് അസസ്മെൻ്റ് ഉണ്ടാവണം. എൻ്റെ ബലഹീനതകൾ എന്താ? എനിക്ക് ശരീരത്തിന് ഒത്തിരി ബലഹീനതകളുണ്ട്, എൻ്റെ മനസ്സിന് ഒത്തിരി ബലഹീനതകളുണ്ട്, ആത്മീയമായ ഒത്തിരി കുറവുകൾ എനിക്കുണ്ട്. ക്രമമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഉപവസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള ബലഹീനതകൾ, അതിനെപ്പറ്റിയുള്ള ഒരു സ്വയം അവബോധം നമുക്ക്, ആ ഇനിഷ്യേഷൻ അതുണ്ടാവണം. അതാ ഫസ്റ്റ് സ്റ്റെപ്പ്. കുമ്പസാരത്തിനുള്ള, ഇല്ലെങ്കിൽ അനുതാപത്തിനുള്ള, ഇല്ലെങ്കിൽ മാനസാന്തരത്തിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു സെൽഫ് അസസ്മെന്റ്. ഏത് ബന്ധത്തിൽ? ദൈവബന്ധത്തിൽ വേണം അതിനെ മെഷർ ചെയ്യാൻ. സ്കെയിൽ എന്താ വെക്കേണ്ടത്? ദൈവത്തെയാണ് വെക്കേണ്ടത്, മനുഷ്യരെ അല്ല. ഞാനും നിങ്ങളുമായിട്ട്, നിങ്ങളെ ഞാൻ സ്കെയിൽ വെച്ചാൽ നമ്മൾ തമ്മിൽ അടിയാവും. നമുക്കൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വെക്കേണ്ട സ്കെയിൽ, നമ്മുടെ ജീവിതത്തിൽ സ്കെയിൽ വെക്കേണ്ടത് ഞാൻ നീയുമായിട്ടല്ല, പിന്നെ ദൈവവുമായിട്ടാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ കൊണ്ടുപോയല്ലേ പ്രശ്നം. ദൈവം എന്ന സ്കെയിലിനെ വെക്കണം. അപ്പോൾ നമ്മുടെ ബലഹീനതകളുടെ കുറവുകളെ ഇങ്ങനെ പുറകോട്ട് താഴോട്ട് പോരും അതിൻ്റെ സൂചി. അവിടുന്ന് നമുക്കത് കൂട്ടിയെടുക്കണം. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലായത്, യോനയുടെ അനുതാപത്തിലേക്കുള്ള ഒന്നാമത്തെ പടി സെൽഫ് അസസ്മെൻ്റ് ആയിരുന്നു. അവിടെ അവൻ ആരാണ്, ഞാൻ എൻ്റെ ദൈവ ബന്ധത്തിൽ ആരാണ് എന്നുള്ളത്. രണ്ടാമതായിട്ട് പിന്നീട് അവൻ നൽകുന്ന ഉത്തരം, വീണ്ടും കപ്പൽ പ്രമാണിമാർ ചോദിക്കുന്നുണ്ട്, ഈ സമുദ്രം മേൽക്കുമേൽ അധികം കോപിക്കുന്നത് കൊണ്ട്, ഈ സമുദ്രം അടങ്ങുവാൻ തക്കവിധം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്തു തരണം? കപ്പൽ പ്രമാണിയുടെ അടുത്ത ചോദ്യം അതാണ്. ഒന്നാമത്തെ ചോദ്യം, വൈ ആർ യു സ്ലീപ്പിംഗ്? രണ്ടാമതായിട്ട് ഇനിയും, നിനക്ക് ഞങ്ങൾ എന്ത് ചെയ്തു തരണം? അപ്പോൾ നമ്മൾ അനുതാപത്തിലേക്ക് നമുക്കൊരു ഇനിഷ്യേഷൻ ദൈവ കൃപയിലുണ്ടായി. നമ്മളൊരു സെൽഫ് അസസ്മെൻ്റ് നടത്തി, അതിലേക്ക് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പം വീണ്ടും ഇനിഷ്യേഷൻ ഉണ്ടാവുകയാണ്. വീണ്ടും പരിശുദ്ധാത്മാവ് വീണ്ടും പ്രവർത്തിക്കുകയാണ്. എന്താ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? ഇതുണ്ടാവും. എന്താ നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? യോനയുടെ ഉത്തരം എന്താ? എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു. അപ്പോൾ രണ്ടാമതായിട്ട് സെൽഫ് അസസ്മെന്റിൽ നിന്ന് ആ ഒരു ചോദ്യത്തിന് ഉത്തരവുണ്ടായി. രണ്ടാമത്തെ ഇവൻ്റെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവുകയാണ്. എന്താ ഉത്തരം? ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് എന്താണ് എനിക്ക് പ്രശ്നം? വാട്ട് ഈസ് എ പ്രോബ്ലം? രണ്ടാമതായിട്ട് അതാണ്. ഇവിടെ പ്രശ്നം എന്താ? പ്രശ്നം എന്താ? പ്രശ്നം എന്താ? കടൽ കടന്ന് ഇളകുന്നതാണോ? ആണോ? ആ പ്രശ്നത്തിന് കാരണം ആരാ? ഐ ആം ദി പ്രോബ്ലം. ഞാനാ ഇവിടെ പ്രശ്നക്കാരൻ, നീ അല്ല. ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്തു തരണമെന്ന് കപ്പൽ പ്രമാണിമാർ ചോദിക്കുമ്പം പറയുകയാണ്, ഞാനാ പ്രശ്നം, നിങ്ങളല്ല. അങ്ങനെ ഒരു സെൽഫ് അസസ്മെന്റിൽ നിന്നുണ്ടാവുന്ന വലിയ ആന്തരികമായ പരിവർത്തനം അത്. ഞാനാ പ്രശ്നക്കാരെന്ന് ആരെങ്കിലും സമ്മതിച്ചു തരുമോ?
ഇവിടെ പ്രശ്നക്കാരനെ കണ്ടുകിട്ടി, അയാൾക്ക് തന്നെ അയാളുടെ ദൈവാബോധത്തിൽ നിന്ന് കിട്ടുകയാണ്. പരിശുദ്ധാത്മാവ് അദ്ദേഹം യോനയുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിതമായി തുറന്നു പറയുകയാണ്, ഞാൻ ആ പ്രശ്നക്കാരൻ. കുംഭസാരത്തിലേക്ക് വരുമ്പോൾ രണ്ടാമതായിട്ട് സ്വയാവബോധത്തിൽ നിന്നുണ്ടാവുന്ന, കുംഭസാരത്തിൽ ഉണ്ടാവുന്ന ദൈവാബോധമാണ് കർത്താവേ ഞാനാണ് പാപി എന്ന് പറയുന്ന ആ ദൈവാവബോധം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ കുംഭസാരം നടത്തിയത് ആരാണ്? യോനയാണ്. പ്രശ്നം അവരാ ഇവരാന്ന് പറഞ്ഞില്ല, ഞാനാ പ്രശ്നം. ഐ ആം ദി പ്രോബ്ലം. പിതാക്കന്മാർ അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളൊക്കെ ഉപയോഗിക്കുന്ന ആദാമിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ കാണിക്കുന്ന ഒരു വാക്കുണ്ട്, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഈഗോ ഷാഡോ എന്ന് പറയും. ഈഗോ ഷാഡോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈഗോ നിഴൽ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ഈഗോയിൽ നിന്ന് ഞാൻ നിൻ്റെ നിഴലിനെ കുറ്റപ്പെടുത്തുക. നമ്മുടെ വീട്ടിലൊക്കെ നടക്കത്തില്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ വിരൽ എങ്ങോട്ട് ചൂണ്ടും? ഇങ്ങനെ ചൂണ്ടും, ഇല്ല ഇങ്ങോട്ട് ചൂണ്ടും, എന്നിലേക്ക് ചൂണ്ടത്തില്ല. ഇവിടെ ഞാൻ മുഖാന്തരമാണ് ഈ പ്രശ്നം എന്നല്ല, ഞാൻ മുഖാന്തരം പ്രശ്നം ഉണ്ടായാലും ഞാൻ എന്തു പറയത്തേ ഉള്ളൂ? നിങ്ങളുടെ പ്രശ്നക്കാരെന്ന് നമ്മൾ തമ്മിൽ പറയുന്ന. ഇവിടെ യോന പക്ഷെ അങ്ങനെയല്ല, അല്പം വ്യത്യസ്തനായി. അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ആ പ്രശ്നക്കാരെന്ന് കണ്ടെത്തുകയല്ല, ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പങ്കാളിത്തം എനിക്കുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അവിടെ മാനസാന്തരം തുടങ്ങുന്നില്ല, അവിടെ മാനസാന്തരത്തിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാവും. അവിടെ ഈ പ്രശ്നത്തിൽ ഈ കൊറോണ ഈ ലോകത്ത് മുഴുവൻ വ്യാപിച്ചു, ഈ കോവിഡ് മുഴുവൻ വ്യാപിച്ചു. അത് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ടാകാൻ എന്തെങ്കിലും ഒരു കാരണം ഞാനാണോ? നമ്മളും കാരണക്കാരല്ലേ? നമ്മളും അതിനകത്ത് പങ്കാളിയല്ലേ? നമുക്കും അനുതാപൂർണമായ ജീവിതം മറ്റുള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എനിക്കുണ്ടോ എന്നുള്ളതല്ലേ? ഇങ്ങനെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സഭയിലെ പ്രശ്നങ്ങൾ, ഇടവകയിലെ തർക്കങ്ങൾ, ഇവിടെയെല്ലാം എനിക്കിതിനകത്ത് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടോ? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എനിക്കിതിനകത്ത് പ്രശ്നമുണ്ടോ? ഞാനാണോ പ്രശ്നക്കാരൻ? അതൊരു കണ്ടെത്തണം. അതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. ഇവിടെ പ്രശ്നക്കാരൻ ആരാണ്? ഞാനാണ് പ്രശ്നക്കാരൻ. അതുകൊണ്ടാണ് അവൻ സ്വയം വിരൽ ചൂണ്ടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടുമ്പോഴാണ് അൺഎൻഡിങ് ക്വാറൽസ് ഉണ്ടാകുന്നത്, ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങൾ അല്ലേ? നമുക്ക് എല്ലായിടത്തും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകൾ തമ്മിലും, രാഷ്ട്രീയമാകട്ടെ, സഭയാകട്ടെ, സമുദായമാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും വരിക. അവരാ പ്രശ്നക്കാർ. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ നിന്നാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് തുടങ്ങണം. അതിലേക്ക് ഞാൻ പോവുകയാണ്. എവിടെയാണ് നമുക്ക് എന്തെങ്കിലും ഈ പ്രശ്നത്തിൽ എനിക്ക് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആഴമായി ചിന്തിക്കണം. ഒരിടത്ത് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ ഒരു പുസ്തകമുണ്ട്, ദൈവത്തിന് എന്താണ് ജോലി. നല്ല രസമുള്ളൊരു പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ നർമ്മങ്ങളും ഇതൊക്കെ എഴുതി വച്ചിരിക്കുക. അതിനകത്ത് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി പറയുന്ന ഒരു കഥ അതിനകത്തുണ്ട്. ദൈവത്തിന് എന്താണ് ജോലി, എനിക്കെന്താണ് പണി. തൻ്റെ പൗരത്ത് എന്താ ജോലി? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, തിരുമേനിക്ക് ശരിക്കും എന്താ ജോലി? ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടക്കുക, എന്താ ജോലി? അപ്പോൾ അദ്ദേഹം പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നു ദൈവത്തിന് എന്താണ് ജോലി, ഒരു ചാപ്റ്ററിന് കൊടുത്തിരിക്കുന്നു എനിക്ക് ജോലി. അതിനകത്തൊരു കഥ പറയുന്നുണ്ട്. തിരുമേനി കല്യാണം കഴിപ്പിച്ച 2 പേരാണ്, മത്തായി ചേട്ടനും ശോശാമ്മ ചേട്ടത്തിയും. മത്തായി ചേട്ടനെയും ശോശാമ്മ ചേട്ടത്തി ആലോചിച്ച് ഇവരൊരുമിച്ച് പഠിച്ചതാണ്, ശോശാമ്മ ചേട്ടത്തിയും തിരുമേനിയും കൂടെ. അങ്ങനെ മത്തായി ചേട്ടനുമായിട്ട് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ്, വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞ് 1-ാം ദിവസം കഴിഞ്ഞപ്പോഴാണ് ശോശാമ്മ ചേട്ടത്തിക്ക് ഒരു കാര്യം പിടികിട്ടി. തിരുമേനി എന്നെ വഞ്ചിച്ചു. എന്താണെന്നറിയാമോ? മത്തായി ചേട്ടൻ കുടിയനാണ്. ഈ കുടിയനായ ഇയാളെയാണോ എൻ്റെ തലയെ കെട്ടിവെച്ചതെന്ന് ശോശാമ്മ ചേട്ടത്തിക്ക് പരാതിയായിട്ട് തിരുമേനിയുടെ അടുത്ത് വന്നപ്പം തിരുമേനിയല്ലേ നമുക്കറിയാം, ചിന്തിപ്പിക്കുന്ന തിരുമേനി വിട്ടുകൊടുക്കും എവിടെയെങ്കിലും. തിരുമേനി പറഞ്ഞു, എടി ശോശാമ്മേ, അതാ നിന്റെ നിയോഗം, മത്തായിയെ കുടിയാൻ അല്ലാതാക്കുകയാണ് നിന്റെ വിളി, അതുകൊണ്ട് അത് നീ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ശോശാമ്മ ചേട്ടത്തിയെ തിരിച്ച് പറഞ്ഞു വിട്ടു. ശോശാമ്മ ചേട്ടത്തി തിരിച്ചു ചെന്നു, ജീവിതം മുമ്പോട്ട് പോയി. പിന്നെയും പരാതിയായിട്ട് വന്ന് തിരുമേനിയുടെ അടുത്ത് വരും. തിരുമേനി പിന്നെയും സമാധാനിപ്പിച്ച് തിരിച്ചു വിടും. അങ്ങനെയായി ശോശാമ്മ ചേട്ടത്തിയുടെ പരാതിയും തീർന്നില്ല, മത്തായി ചേട്ടൻ്റെ കുടിയും തീർന്നില്ല. അങ്ങനെ പ്രായമൊക്കെ ആയപ്പോൾ ശോശാമ്മ ചേട്ടത്തിക്ക് തോന്നി, ഇദ്ദേഹത്തിനൊട്ടൊരു പണി കൊടുക്കണം. ഇത്രയും കാലം ഞാനുള്ളത് കൊണ്ട് ഇദ്ദേഹം ഒന്നും അറിഞ്ഞില്ല. മക്കളായി, മക്കളായി, അവരൊക്കെ വിദേശത്തൊക്കെയാണ്.
അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു ഇടയ്ക്ക് ചിന്തിക്കാറില്ലേ അമ്മമാർ, ഞാൻ ഇല്ലാത്തതിൻ്റെ ആ വേദന ഇവരൊന്ന് വില അറിയണമെന്ന്. അപ്പോൾ ശോശമ്മച്ചെടുത്ത് തീരുമാനിച്ച് ഉറപ്പിച്ച് ഈ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കും. അങ്ങനെ ശോശമ്മച്ചെടുത്ത് ഒരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. ഇത്രയും കാലമായി വീട് കണ്ടിട്ട് ഞാൻ പിന്നെ ഒന്ന് പോയാൽ പിന്നെ തിരിച്ചു വരും, അന്ന് തന്നെ മാറി നിന്നിട്ടില്ല ഇങ്ങേരുടെ അടുത്ത് നിന്ന്, അങ്ങേർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം 2-3 ദിവസത്തേക്ക് വീട്ടിലങ്ങ് പോവാം. അങ്ങനെ വീട്ടിൽ പോകാനായിട്ട് മത്തായി ചേട്ടൻ പകലെവിടെയോ പോയ സമയത്ത് നോക്കി മത്തായി ചേട്ടൻ്റെ ശോശമ്മച്ചെടുത്തി തൻ്റെ വലിയ കൊട്ടയൊക്കെ എടുത്ത് തൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാമായിട്ട് തൻ്റെ പുട്ടുകുടവും തൻ്റെ പഴയ മാലയും അരിഞ്ഞാണോ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി. പഴയ അമ്മച്ചിമാർക്കുള്ള ഒരു ഇതാണല്ലോ, തൻ്റെ പഴയ സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അത് കാണാതെ പോയി അവർക്ക് വലിയ വേദനയാണ്. അവർക്ക് പുതിയ എന്തെങ്കിലും നഷ്ടം, ഗ്യാസ് കുറ്റി പോയാലും അവർക്ക് പ്രശ്നമില്ല. തങ്ങളുടെ പഴയ എന്തെങ്കിലും എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മച്ചിയൊക്കെ പറയും ഇന്ന ജിമ്മിക്ക് അതെൻ്റെ കാണാൻ പോയി, വലിയ പരാതിയാണ്. അപ്പോൾ ഇതെല്ലാം എടുത്തോട്ട് ശ്വാസമച്ചെടുത്ത് കൊട്ടയൊക്കെ ആയിട്ട് പതുക്കെ പോയ വഴിക്ക് അയലക്കത്തൊരു ചേടത്തിയുണ്ട്, കൂട്ടുകാരിയാണ്. ചേടത്തിയോടൊക്കെ യാത്ര പറഞ്ഞ് ഒന്ന് പോയി കൊട്ട അവിടെ വെച്ച് ചേടത്തിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് കൊട്ടയൊക്കെ ആയിട്ട് ശ്വാസമച്ചെടുത്ത് വീട്ടിൽ ചെന്നു. വീട്ടിലൊക്കെ ചെന്ന് കൊട്ടയൊക്കെ അവിടെ താഴ്ത്തു വെച്ചു. താഴത്തൊക്കെ വെച്ചിട്ട് കൊട്ടയെടുത്ത് തുറന്നു നോക്കിയപ്പം കൊട്ടയ്ക്കകത്ത് തോമാച്ചേട്ടൻ. ഇതായിരുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ പരസ്പര പ്രശ്നങ്ങൾ, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. കൊട്ടയ്ക്കകത്ത് മത്തായി ചേട്ടൻ ഇത്രയേ ഉള്ളായിരുന്നു. എത്രയൊക്കെ വീട്ടിലെ കലഹങ്ങളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും കൊട്ടയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമൊക്കെ ഉള്ളായിരുന്നു. കൊട്ടയ്ക്ക് വെളിയിലോട്ട് ഈ പ്രശ്നം പോകത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല. നമുക്കിപ്പം കയ്യിലൊരു സാധനമുണ്ട്, അത് സാധനം വീട്ടിലിരുന്നും വെളിയിലോട്ട് വിടാവുന്ന ഒരേ ഒരു സാധനമുള്ളൂ, എന്ത്? മൊബൈൽ. വീട്ടിലിരുന്നും പള്ളിക്കകത്തിരുന്നും ഇപ്പം ഇവിടുത്തെ കാര്യം അച്ഛൻ ഏതാണ്ടൊരു കാര്യം പറഞ്ഞെന്ന് ഇപ്പം നാട്ടുകാരെ അറിയിക്കാൻ വളരെ അതാണ്ട് അവിടെ ആരെങ്കിലും കുത്തിക്കൊണ്ടിരുന്നാൽ മതി, വളരെ എളുപ്പമാണ്. സാധാരണ നമുക്കൊരു മെസ്സേജ് വെളിയിൽ കൊടുക്കണമെങ്കിൽ ഈ ഗേറ്റിന് വെളിയിൽ ഇറങ്ങണം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഗേറ്റിനൊന്നും വെളിയിൽ പോകണ്ട, അകത്തിരുന്നുകൊണ്ട് തന്നെ വെളിയിലോട്ട് കൊടുക്കാം. അങ്ങനെ ഒരു പുതിയൊരു ടെക്നിക്ക് ദൈവം നമുക്ക് തരുന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രശ്നങ്ങൾ, ക്വാറൽസ്, അൺഎൻഡിങ് ക്വാറൽസ് കൊടുക്കുകയാണ്, വിവാദമാക്കുകയാണ്, വിപ്ലവം ഉണ്ടാക്കുകയാണ്. കുറേ കാലം അതിൻ്റെ പുറകെ പോകും, പിന്നെ നിൽക്കും, പിന്നെ അടുത്തതിൻ്റെ പുറകും, പിന്നെ ഇതാണോ നമ്മുടെ ജീവിതം? ഇങ്ങനെ നെഗറ്റീവ് എനർജി നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കുന്നത് മുഴുവൻ നെഗറ്റീവ്സാണ്. മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്, എ സ്മൈൽ ജനറേറ്റ്സ് ടു അനദർ സ്മൈൽ. എന്താ? ഒരു പുഞ്ചിരി കൊണ്ട് വേറൊരു പുഞ്ചിരിയെ ജനറേറ്റ് ചെയ്യാം, അല്ലേ? മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചിരിച്ച് കാണിച്ചാൽ തിരിച്ച് ചിരിക്കുന്നുണ്ടോ അതോ പുച്ഛിച്ച് കാണിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. മനുഷ്യരാണെങ്കിൽ ഞാനൊന്ന് ചിരിച്ച് കാണിച്ചാൽ തിരിച്ച്, അല്ലാതെ ചിരിച്ച് കാണിക്കാത്തവരെ പറ്റി എനിക്ക് മനുഷ്യരാണോ മൃഗമാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. സാമാന്യ ബോധം അതൊക്കെ മനുഷ്യരുടെ. ഒരു കുഞ്ഞ് ചിരിച്ച് കാണിച്ചാൽ ചിരിച്ച് കാണിക്കാൻ പോലും വിവരമില്ലാത്ത സമൂഹമായി നമ്മൾ മാറിപ്പോവുകയാണല്ലോ. എന്ത് അതിനകത്ത് മുൻവിധികൾ ആവശ്യമില്ല. ഒന്ന് ചിരിച്ചാൽ തിരിച്ച് നഷ്ടമില്ലാതെ 1 രൂപ പോലും പലിശ കൊടുക്കാതെ കൊടുക്കാൻ പറ്റുന്നൊരു സാധനമുള്ളൂ, എന്താ? ഒന്ന് ചിരിക്കാൻ. അതുപോലും പറ്റത്തില്ല നമ്മുടെ മനുഷ്യർക്ക്. അതുപോലെ തന്നെ എ ലവ് ജനറേറ്റ്സ് ടു അനദർ ലവ്. ഒരു പുഞ്ചിരി കൊണ്ട് അനേകം പുഞ്ചിരികളെ ജനറേറ്റ് ചെയ്യാവുന്നത് പോലെ തന്നെയാണ് എന്ത്? ഒരു സ്നേഹം കൊണ്ട് അനേകം സ്നേഹത്തെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജനറേറ്ററിന്റെ സ്വഭാവം എന്തുവാ? ഒന്ന് സ്റ്റാർട്ടാക്കി ഇവിടെ മുഴുവൻ ലൈറ്റ് പോയാൽ മുഴുവനും വെട്ടം വരും. ഈ വളരെ ദുഃഖത്തോടിരിക്കുന്ന ഒരു സമൂഹം എൻ്റെ മുമ്പിലെങ്കിൽ എൻ്റെ ഒരു പുഞ്ചിരി കൊണ്ട്, എൻ്റെ ഒരു സ്നേഹം കൊണ്ട് ഇവിടെ മുഴുവനും വലിയ എനർജിയാണ്, വലിയ എനർജി. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. ഒന്ന് പ്രത്യേകം ഞാൻ പറയുന്ന ഇതേ ഉള്ളൂ, കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മക്കളും എപ്പോഴും പുഞ്ചിരിച്ച് സംസാരിക്കുകയും ഇടപെടുകയും ഒന്ന് ചെയ്തേ. അവിടെ ആരംഭിച്ചു ആ ഒരു കുടുംബത്തിൻ്റെ ഊഷ്മളത. എപ്പോഴും അപ്പം മുഖം കറുപ്പിച്ച് അങ്ങോട്ട് പോകുന്നു, അമ്മ മുഖം കറുപ്പിച്ച് അങ്ങോട്ട് പോകുന്നു, മക്കൾ എനിക്ക് പഠിക്കാനുണ്ടോ അല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. പഠിച്ചില്ലേ കറി വെച്ചില്ല എന്നല്ലേ ഉള്ളൂ, പഠിച്ചില്ല എന്നല്ലേ ഉള്ളൂ. എന്തിനാ അവിടെ ഒരു അസ്വാരസ്യം നമ്മൾ ഉണ്ടാക്കുന്നത്? അതുകൊണ്ടൊന്നും നഷ്ടപ്പെടുത്തൊന്നുമില്ല. ഒരു നേരം കറി വെച്ചില്ലെങ്കിൽ ആ കൂട്ടാൻ കുറഞ്ഞെന്നല്ലേ ഉള്ളൂ, മരിച്ചു പോവോ? ഇല്ല. നമ്മൾ എന്തിനാ ഒരു നല്ലൊരു കുടുംബജീവിതത്തെ എന്തിനാ കളയുന്നേ? എന്തിനാ സന്തോഷമായി ജീവിക്കാൻ കിട്ടുന്ന ദൈവം തന്ന ആരോഗ്യപരമായ ഒരു നിമിഷത്തെ നമ്മൾ എന്തിനാ കളയുന്നേ? ഒന്നായി കൂടി വന്നിരിക്കുകയാണ്. കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ചേർത്തി എന്നാ ഉണ്ടെന്നൊന്ന് ചോദിക്കുന്നത് എന്ത് നഷ്ടപ്പെടാനാ ഉള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ബന്ധം
നമുക്കുണ്ടാവണം. അതാ നിനിവേയർ കാണിച്ചു തന്നെ. നിനിവേയരെടുത്ത സ്റ്റെപ്പ് വളരെ സങ്കീർണമാണ് കേട്ടോ. നമ്മൾ യോനെ പറ്റി ഒത്തിരി പറയുമെങ്കിലും നിനിവേയരെടുത്ത കാര്യം എന്താ? നിനിവേയര് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്താ? എല്ലാവരും രട്ടുപുതച്ച് വെണ്ണീറിലിരുന്ന് അനുതപിക്കണം. എന്നിട്ട് രാജാവ് സിംഹാസനത്തിൽ കയറി ഇരുന്നില്ല. രാജാവ് സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിരുന്നു. രാജാവ് ഉൾപ്പെടെ സ്ത്രീ പുരുഷന്മാര്, യുവതി യുവാക്കള്, കുഞ്ഞുകുട്ടികള്, കന്നുകാലികൾക്ക് വെള്ളം കൊടുത്തില്ല, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിയില്ല, സർവരും ഒന്നായി ചേർന്നു. അതായിരുന്നു ദൈവത്തിന് കാണേണ്ടത്. അല്ലാതെ സ്പ്ലിറ്റുകളല്ലായിരുന്നു കാണേണ്ടത്. ദൈവത്തിന് കാണേണ്ട ഏറ്റവും വലിയ മാനസാന്തരം എന്താണ്? എല്ലാ വിഭാഗീയതയും മറന്ന്, എല്ലാ അസ്വാരസ്യങ്ങളും മറന്ന് ഏറ്റവും വലിയ മാനസാന്തരം എന്താണ്? നീ എൻ്റെ സഹോദരനാണ്, നീ എൻ്റെ സഹോദരിയാണ്, നിന്റെ വേദന എൻ്റെ വേദനയാണെന്ന് അനുഭവിക്കുന്നതിനാണ് മാനസാന്തരമെന്ന് നിനുവ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താണ് മാനസാന്തരം? വി ആർ ബ്രദേഴ്സ്, വി ആർ സിസ്റ്റേഴ്സ്. നമ്മളെല്ലാവരും സഹോദരി സഹോദരങ്ങളാണ്. നിന്റെ വിശപ്പ് എൻ്റെ വിശപ്പാണ്, നിന്റെ അനുതാപം എൻ്റെ അനുതാപമാണ്, നിന്റെ പാപം എൻ്റെ പാപവും കൂടെ ആണെന്നുള്ളതിൻ്റെ ബോധ്യത്തിന് പറയുന്ന പേരാണ് മാനസാന്തരം. ആ മാനസാന്തരത്തിലേക്കാണ് നിനുവ വന്നത്. ഞാൻ രണ്ടാമതായിട്ട് പറഞ്ഞത് ആരാണ് ഇവിടെ പ്രശ്നക്കാരൻ? ഞാനാണ് പ്രശ്നക്കാരൻ. ഇങ്ങോട്ട് വിരൽ ചൂണ്ടുക, അങ്ങോട്ട് വിരൽ ചൂണ്ടാതെ കുംഭസാരത്തിലേക്കുള്ള, അനുതാപത്തിലേക്കുള്ള, മാനസാന്തരത്തിലേക്കുള്ള രണ്ടാമത്തെ പടി എന്താണ്? ഞാനാണോ ഇവിടെ പ്രശ്നക്കാരൻ? എന്നിൽ നിന്നാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്? മൂന്നാമതായിട്ട് അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ പ്രശ്നത്തിന് ഇനി എന്തുണ്ടാവണം? ഒരു സൊല്യൂഷൻ ഉണ്ടാവണം. പ്രശ്നം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പരിഹാരം ഉണ്ടാക്കാൻ നമ്മളെല്ലാം വലിയ പ്രശ്നക്കാരാണ്. പക്ഷെ ആരുടെ വായിൽ നിന്നും ഇതിനൊരു പരിഹാരം കേൾക്കാറില്ല. പ്രശ്നങ്ങളെപ്പറ്റി പറയും, എവിടുത്തെ ഉള്ള ലോകത്തിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യും. വെറുതെ എന്തിനാ അത് പറഞ്ഞ് വെറുതെ ആ സമൂഹത്തെ ഇല്ലെങ്കിൽ ഒരു സന്തോഷം ഇല്ലാതാക്കുന്നത്? അത് മിണ്ടാതിരുന്നിട്ട് നമുക്കൊരു പരിഹാരം നിർദ്ദേശിച്ചുകൂടെ? നമ്മുടെ മനുഷ്യർ അങ്ങനെ ചിന്തിക്കണം. നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തണ്ടേ? കോവിഡ് വന്നു, അതിനൊരു സൊല്യൂഷൻ എത്ര കാലം പ്രാർത്ഥിച്ച് ഒരുങ്ങി, അല്ലെങ്കിൽ എത്രയോ ഈ ലോകം മുഴുവൻ പ്രാർത്ഥിച്ചാണ് നമുക്കിപ്പോൾ ഒരു വാക്സിൻ കിട്ടിയത്. ഒരു സൊല്യൂഷൻ. നമുക്ക് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് അതിനൊരു സൊല്യൂഷൻ വേണ്ടേ? സൊല്യൂഷൻ കണ്ടെത്താണ്ട് കണ്ടില്ല എന്നടിച്ച് നമുക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പോകുന്നവരാ പലരും. അതങ്ങനെ പോട്ടെ. അല്ല, ഒരു പ്രോബ്ലം ഉണ്ടായതിന് സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ കണ്ടെത്തണം. ദൈവമക്കളാണെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. മുറിവുകൾ ഉണങ്ങേണ്ടതാ, അത് വ്രണമായി തീരേണ്ടതല്ല. വെച്ച് കെട്ടി മരുന്ന് വെക്കാതെ വെച്ച് കെട്ടി നടക്കാനുള്ളതല്ല മുറിവുകൾ. നമുക്ക് മരുന്ന് വെച്ച് കെട്ടി അത് മുഴുവനും ഉണക്കണം. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അവനെല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാം ഉണക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യം ഇതാണ്, മുറിവുകളെ വെച്ച് കെട്ടി വിടുക അല്ല. അങ്ങനെയുള്ള കള്ള ഡോക്ടർമാരാകാനുള്ളവരല്ല നമ്മൾ. പിന്നെയോ അത് ഉണക്കി കൊടുക്കുന്ന നല്ല ഡോക്ടർമാരായിരിക്കണം ദൈവമക്കള്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ സൊല്യൂഷൻ എന്താ? എന്താ അവിടെ പറയുന്നേ? എന്നെ എടുത്ത് കടലിലേക്ക് എടുത്ത് കളഞ്ഞേക്ക്. സൊല്യൂഷനായി. പ്രശ്നക്കാരനാരാ? ഞാൻ. പ്രശ്നത്തിന് പരിഹാരം ആരാ? ഞാൻ. ഈ ഒരു സെൽഫ് അവയർനെസ്സിലേക്ക് നമ്മൾ പോകണം. അവിടെയാ മാനസാന്തരം. ഇത് ഇന്നർ ബീയിങ്ങിൽ നമുക്കുണ്ടാവുന്ന ചേഞ്ച് അത് അവിടെ ഉണ്ടാകുന്നത്. എന്നിലേക്ക് തന്നെ സഞ്ചരിക്കുക. സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു കാര്യമുണ്ട്, ദിവസത്തിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല സുഹൃത്തിനെയാണ്. മനസ്സിലായോ? ദിവസത്തിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനെയാണ്. അതുകൊണ്ട് സെൽഫ് ടോക്കിംഗ്, നമുക്ക് നമ്മോടൊന്ന് സംസാരിച്ചു തുടങ്ങാം. ആ സംസാരിക്കുന്നതിലൂടെയാണ് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ഒത്തിരി കഥയും കാര്യമൊക്കെ പറയും, വലിയ പ്രയോജനമൊന്നുമില്ല, ഒരു കാര്യവുമില്ല. മോളിരിക്കും തമ്പുരാൻ വിചാരിക്കണം പറഞ്ഞ കാര്യം വരെ നടക്കണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് വലിയ വീരവാദങ്ങളും വലിയ കാര്യങ്ങളൊന്നും പറയണ്ട.
നമുക്ക് നമ്മളോടൊന്ന് സംസാരിച്ചാൽ മതി. അതല്ലേ പൗരസ്ത്യ പിതാക്കന്മാർ എന്തുകൊണ്ടാ സൈലൻസിന് ഇത്രയും പ്രാധാന്യം കൊടുത്തത്? എന്തുകൊണ്ടാ? ഈ ലോകത്ത് വലിയ വലിയ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടൊന്നും കാര്യമില്ല. നടപ്പിലാകണമെങ്കിൽ ആര് വിചാരിക്കണം? ദൈവം വിചാരിക്കണം. മൗനമായിരുന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്കിക്കേ. 100 പേരോട് പറയുന്നതിനേക്കാൾ ആ 100 പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞാൽ അത് നടപ്പിലാവും. 100 പേരോട് പറയുന്നതിനേക്കാൾ 100 പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞാൽ അത് നടപ്പിലാവും. അതുകൊണ്ട് 100 പേരോട് ഓടി നടന്ന് പറയുന്നതിനേക്കാൾ നല്ലത് 100 പ്രാവശ്യം ദൈവത്തോട് പറയുന്നതാണ്. അത് നടപ്പിലാകും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പ്രശ്നം ഞാൻ തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് പ്രശ്നക്കാരൻ ഞാനാണ്, ഇവിടെ പ്രശ്നം ഞാനാണ്, സൊല്യൂഷനും ഞാനാണ്. എന്താ യോന എടുത്ത ഒരു വലിയ ഇനിഷ്യേഷൻ അത് എന്താ? എൻ്റെ ജീവനെ പോലും നഷ്ടപ്പെടുത്തിക്കോ ദൈവസന്നിധിയിൽ, എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, അനുസരണം കെട്ട പ്രവാചകനിൽ നിന്ന് വിജയിയായ സക്സസ്ഫുൾ പ്രോഫറ്റ് അതിലേക്കുള്ള ഒരു കടന്നുകയറ്റി, ഇല്ലെങ്കിൽ അതിലേക്കുള്ള യാത്രയാണ്, ഒരു ജേർണിയാണ് നമ്മൾ ഇതുവഴി കാണുന്നത്. അവൻ പാറുകയാണ്. അവൻ്റെ ഉണ്ടായിരുന്ന മനോഭാവങ്ങളിൽ തുടക്കം ഞാൻ വലിയ റോങ് ആറ്റിറ്റ്യൂഡ്സാണ് പറഞ്ഞത്. അത് തുടക്കം പറഞ്ഞത് ഞാൻ ഇതിനു വേണ്ടിയാണ്, കുറച്ചും കൂടെ ആഴമായ അവൻ്റെ നന്മയിലേക്ക് പോകുവാൻ വേണ്ടി ഞാൻ എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ റോങ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് വളരെ റൈറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ ആറ്റിറ്റ്യൂഡിലേക്ക് യോന കടന്നു പോവുകയാണ്. ഞാനാണ് പ്രശ്നക്കാരൻ, എന്നെ സമുദ്രത്തിലേക്ക് ഇട്ട് കളയുവീനെന്ന്. അതാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ കുറവുകളെ കണ്ടെത്തി. ഇവിടെ യഥാർത്ഥത്തിൽ യോന എന്താ പറയുന്നത്? ഏറ്റുപറച്ചില. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെല്ലാം ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ കുമ്പസാരം തന്നെയാണ്. ഏറ്റവും വലിയ കുമ്പസാരം നടത്തിയത് ആരാ? യോനയാ. പുരോഹിതനില്ല, പക്ഷെ കപ്പൽ പ്രമാണിയാ ആ പുരോഹിതന്റെ സ്ഥാനത്ത് ഇരിക്കുന്നതെന്നേ ഉള്ളൂ. പരിഹാരവും ആര് തന്നെ പറഞ്ഞു? കുമ്പസാരിക്കുന്ന ആൾക്ക് തന്നെ ഉള്ളിൽ അതിനകത്ത് പ്രായശ്ചിത്തം ചൊന്നി അയാൾക്ക് തന്നെ എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തോന്നുന്നതാ കുമ്പസാരം. അച്ഛൻ പറയുന്നത് മാത്രമല്ല പ്രായശ്ചിത്തം, പരിശുദ്ധാത്മാവ് അതേക്ക് തോന്നിപ്പിക്കും. എന്താ ഇതിന് പ്രായശ്ചിത്തം? അനുദപിക്കുക, 51 സങ്കീർത്തനം ധ്യാനിക്കുക, 32 സങ്കീർത്തനം ധ്യാനിക്കുക, റോമാലേഖനം 8 അധ്യായം ധ്യാനിക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? പ്രായശ്ചിത്തമാണ്. അത് അച്ഛൻ പറഞ്ഞു തന്നല്ല. കുമ്പസാരിക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയമേ തോന്നുന്ന മാനസാന്തരത്തിന്റെ അനുഭവം. അതുപോലും പ്രായശ്ചിത്തം. യോന സ്വന്തം പ്രായശ്ചിത്തം കണ്ടെത്തി. എന്താ ചെയ്യേണ്ടത്? നിങ്ങളെടുത്ത് എന്നെ ഇതിന് കടലേക്ക് ഇട്ട് കളയുക. സ്വയം പ്രായശ്ചിത്തം കണ്ടെത്തിയപ്പോൾ ഉണ്ടായ രൂപാന്തരമായി ഇനിയും കാണാനുള്ളത്. സ്വയം പ്രായശ്ചിത്തം കണ്ടെത്തിയപ്പോൾ പിന്നെ എന്താ നമ്മൾ പിന്നെ കടലിൽ കാണുന്നത്? വലിയ മത്സ്യം. യോനെ അറിഞ്ഞായിരുന്നോ? നേരത്തെ പ്രോജക്റ്റാണിത്. വേറെ മത്സ്യത്തെയൊക്കെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ടെന്ന് യോനയ്ക്ക് മുൻകൂറി ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. പക്ഷേ യോന സ്വയം തൻ്റെ സെൽഫ് അസസ്മെന്റ് നടത്തി. ഞാനാണ് പ്രശ്നക്കാരെന്നും ഞാനാണ് പരിഹാരമെന്നും ഞാനാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്നും പ്രായശ്ചിത്വം കണ്ടെത്തിയപ്പോൾ തുടങ്ങി സ്റ്റാർട്ടിങ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതം അവിടെ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ് കടലിൽ. അവൻ വലിയ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, അവൻ തന്നെ വലിയൊരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി. യോനെ നീ വിഴുങ്ങണം. ദൈവ പദ്ധതികൾ നമുക്ക് തന്നെ സ്വയം ഇനിഷ്യേഷൻ ഉണ്ടാകുമ്പോൾ ദൈവം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ദൈവഹിതം നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക മാനസാന്തരത്തിൻ്റെ. അങ്ങനെ യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ കടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. മൂന്നാമതായിട്ടല്ല, ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. യോനയുടെ മറുപടികളിലേക്കാണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഒന്നാമതായിട്ട് എന്ത് പറഞ്ഞു? സെൽഫ് അസസ്മെന്റ് നടത്തി. രണ്ടാമതായിട്ട് പ്രശ്നക്കാരൻ ആരാന്ന് മറുപടി കൊടുത്തു, പ്രശ്നത്തിന് സൊല്യൂഷനും പറഞ്ഞു. നാലാമതായിട്ടുള്ള പരിഹാരം, നാലാമതായിട്ടുള്ള യോനയുടെ ആ മറുപടിയാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. അത് മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ മറുപടി കപ്പൽ പ്രമാണിയോടല്ല, പിന്നെ ആരോടാ? ദൈവത്തോടാണ്. അവസാനം ഈ അനുതാപത്തിന്റെ മാനസാന്തരത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് യോന കടന്നു വരികയാണ്. എന്താ പറയുന്നത്? എന്റെ രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഇതാ മാനസാന്തരത്തിന്റെ, അനുതാപത്തിന്റെ, ദൈവ സാന്നിധ്യത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് വരികയാണ്. എന്റെ രക്ഷ കപ്പൽ പ്രമാണിയാണോ തരുന്നത്? കടലാണോ തരുന്നത്? കപ്പലാണോ തരുന്നത്? നിനിവയാണോ തരുന്നത്? ആരുമല്ല. പിന്നെ ആരാ? യഹോവയുടെ പക്കൽ മാത്രമാണ് എൻ്റെ രക്ഷ എന്ന തിരിച്ചറിവ്.
അവൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവുകയാണ്. യോനയുടെ താങ്ക്സ് ഗിവിംഗ് പ്രയർ ആണല്ലോ 2-ാം അധ്യായത്തിൽ. എന്താണ്? ഒരു വർഷിപ്പ് സെൻറ്റേർഡ് ലൈഫിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ആരാധന കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് യോനയെ ദൈവം കൈപിടിച്ചു കൊണ്ടുവരുന്നു. അവിടെയാണ് മാനസാന്തരത്തിൻ്റെ ഒരു പരിപൂർണ അനുഭവം ഉണ്ടാകുകയാണ്. എന്താ പ്രാർത്ഥനയിൽ തുടക്കം മാത്രം ഞാൻ പ്രധാനപ്പെട്ട ആ പ്രാർത്ഥനയിലെ ചിന്തകൾ മാത്രം ഞാൻ പറയാം. ആദ്യം തന്നെ എന്താണ്? ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ്? എ ട്രൂത്ത്ഫുൾ പ്രയർ ആണിത്. എന്താ? പരമാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് യോനയുടെ. ശരിയല്ലേ? എനിക്കുണ്ടായ കഷ്ടത കൊണ്ടല്ലേ ഞാൻ യഹോവയെ നിലവിളിച്ചത്. നമ്മൾ നിലവിളിക്കുന്നത് എന്തുകൊണ്ടാ? ദൈവത്തോടുള്ള വലിയ സ്നേഹം കൊണ്ടാണോ? പിന്നെ കഷ്ടത കൊണ്ടാ, ബുദ്ധിമുട്ട് കൊണ്ടാ ദൈവത്തെ വിളിക്കുന്നത്. സത്യമാ. എ ട്രൂത്ത്ഫുൾ പ്രയർ. പരമാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ വായിൽ നിന്നുണ്ടാവണം. ഇല്ലാത്തത് പറയുകയല്ല. ചുങ്കക്കാരുടെയും പരീശന്റെയും പ്രാർത്ഥന നമുക്കറിയാം. പരമാർത്ഥമായ പ്രാർത്ഥന ആരുടെയായിരുന്നു? ആ ചുങ്കക്കാരൻ്റെ. പരീശൻ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? അവനെ പോലെ എന്നെ ആക്കിയില്ലല്ലോ. അതിനാ പ്രൈസ് ദ ലോർഡ് പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പെന്തിക്കോസുകാരുടെ ആദ്യത്തെ ആളാ പരീശൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവരുടെ കൂട്ടത്തിലല്ലല്ലോ. അവനല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. പിന്നെ ആരാ? ചുങ്കക്കാരൻ. മാറത്തടിച്ചിട്ട് പറയുന്നു, താവേ, ഞാൻ മഹാഭാവി, നിന്റെ സന്നിധിയിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീതിമാന്മാരെ അല്ല, ആരെ രക്ഷിക്കാനാ ഞാൻ വന്നത്? പാപികളെ രക്ഷിക്കാനാ. വലിയ കയ്യിൽ തൂക്കിയിട്ട് ഞങ്ങൾ ന്യായപ്രമാണത്തിന്റെ ആചാരത്വത്തിന്റെയും വലിയ ആളുകളാന്ന് പറയുന്ന ഞാനല്ല രക്ഷിക്കപ്പെടുന്നത്. പിന്നെ ആരാ? പാപികളും ചുങ്കക്കാരുമാ രക്ഷിക്കപ്പെടുന്നത്. അവർക്ക് വേണ്ടിയാ കർത്താവ് വന്നത്. അതാണ് ഇവിടെ യോനയുടെ ആദ്യത്തെ പ്രാർത്ഥന. അതാണല്ലേ ട്രൂത്ത്ഫുൾ പ്രയർ, സത്യസന്ധമായ പ്രാർത്ഥന. രണ്ടാമത് ഞാൻ പറയുകയാണ്, നീ എൻ്റെ നിലവിളി കേട്ടു, നീ എന്നെ സമുദ്രത്തിൻ്റെ മധ്യ ആഴത്തിൽ ഇട്ടുകളഞ്ഞു. നീയോ എൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് എത്തി. ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും. ഒരു ടെമ്പിൾ സെൻറ്റേർഡ് പ്രയറായത്. ഇതൊരു വലിയ സങ്കീർത്തനം തന്നെയാണ്. എന്താ? ദേവാലയ ബന്ധിതമായ ഒരു പ്രാർത്ഥനയാണ്, അല്ലേ? ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയി പ്രാർത്ഥിക്കും. യോന പ്രാർത്ഥിക്കുന്ന അതാ. എവിടെ കിടന്നാ പ്രാർത്ഥിക്കുന്നേ? ഇപ്പൊ അവന്റെ ദേവാലയം എന്താ? മത്സ്യമാ. അവന് പ്രാർത്ഥിക്കാനായി ദൈവം കൊടുത്ത ദേവാലയം എന്താ? മത്സ്യം. ആ മത്സ്യത്തിന് ഉള്ളിൽ കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക്, നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കും. അവിടെ പറയുന്നുണ്ട് പിന്നെയും, ഞാൻ എൻ്റെ മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവനെ, തങ്ങളോട് ദയാലുവായവരെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. നേർന്നിരിക്കുന്ന നേർച്ചകൾ ഞാൻ കഴിക്കും. നേർന്നിരിക്കുന്ന നേർച്ചകളെ ഞാൻ, ഇതെല്ലാം ദേവാലയ ബന്ധിതമാണല്ലോ. നേർച്ചകൾ അർപ്പിക്കുന്നത് എവിടെയാണ്? ദേവാലയത്തിലാണ്. അവനൊരു ടെമ്പിൾ സെൻറ്റേർഡ്, അവനൊരു ചർച്ച് സെൻറ്റേർഡ്, സഭ ഇല്ലെങ്കിൽ ദേവാലയവുമായിട്ടുള്ളൊരു ബന്ധം യോനയ്ക്കുണ്ട്. അവൻ പള്ളിയിൽ പോകുന്നവനൊക്കെ തന്നെയാണ്. അവന് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവൻ തന്നെയാണ്. മത്സ്യത്തിൻ്റെ ഉള്ളിൽ കടന്നപ്പോഴാ, കർത്താവേ, ഇതുപോലെ ആയിരുന്നല്ലോ ഞാൻ എൻ്റെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതല്ലായിരുന്നോ? ഇപ്പം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നു. അവിടെയും ദൈവം ഒരു ദേവാലയത്തെ അവന് ഒരുക്കി കൊടുക്കുന്നു. ഇത് ദേവാലയ ബന്ധിതമായ പ്രാർത്ഥനയാണ്. മൂന്നാമതായിട്ട് അവൻ്റെ പ്രാർത്ഥന അനുതാപമുള്ള പ്രാർത്ഥനയായിരുന്നു. റെപ്പൻറ്റൻസ്, അനുതാപപൂർണമായി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ആ പരീശൻ ഇന്നത്തെ ചിലരുടെ ഒരു സൂചനയാണ്. പ്രൈസ് ദി ലോർഡ് പറയാനല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ. പിന്നെ എന്തുവാ? ഗോഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. എന്താ? യേശുവേ ദാവീദ് പുത്ര, മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള കുഷ്ഠരോഗിയുടെയും ചുങ്കക്കാരൻ്റെയും കുരുടൻ്റെയും ഒക്കെ അനുതാപപൂർണമായ പ്രാർത്ഥന നമുക്കുണ്ടാവണം. അതിൽ നിന്നാണ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കുന്നത്.
ദൈവത്തിന് സ്തുതി പറയുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. അത് പറയാനുള്ള അർഹത നമുക്കുണ്ടോ? അതിൽ നിന്നും ഹ്യൂമിലിറ്റി നമുക്കുണ്ടാവണം. വിനയപൂർവ്വം ദൈവസന്നിധിയിൽ താഴ്മയോടെ മാറത്തടിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, ദൈവസന്നിധി ഞാൻ ഒന്നും അല്ല എന്നുള്ളതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രാർത്ഥന. മറ്റേത് എല്ലാം തികഞ്ഞ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്, എല്ലാം കിട്ടി, എല്ലാം ഞങ്ങൾക്കാ, നിങ്ങൾക്കൊന്നുമില്ല. അഹങ്കാരത്തിൻ്റെ പ്രാർത്ഥനയല്ല, അനുതാപത്തിൻ്റെ പ്രാർത്ഥന. അതാണ് ഇപ്പം നടത്തുന്നത്. അതല്ലേ, അതുകൊണ്ടല്ലേ പറയുന്നത് കണ്ടോ, വെള്ളം എൻ്റെ പ്രാണനോളം എന്നെ വളഞ്ഞു. 5-ാം വാക്യം, 2-ാം അധ്യായം 5-ാം വാക്യം പറയുകയാണ്, വെള്ളം എൻ്റെ പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എൻ്റെ തലപ്പാവായിരുന്നു. വെള്ളത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കും അടച്ചിരിക്കുന്നു. നീയോ യഹോവേ എൻ്റെ പ്രാണനെ നീ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുക. അനുതാപത്തിൻ്റെ പ്രാർത്ഥന. ഞാൻ ഒന്നാമത് ട്രൂത്ത്ഫുൾ പ്രെയർ, നമുക്കതുണ്ടാവണം. 2 എന്നാ ഞാൻ പറഞ്ഞത്, ഒരു വർഷിപ്പ് സെൻറ്റേഡ് അല്ലെങ്കിൽ ടെമ്പിൾ സെൻറ്റേഡ് ആയിട്ടൊരു ദേവാലയ ബന്ധിതമായ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവണം. പാമ്പാടി തിരുമേനിക്ക് ഇവിടെ വന്നിരുന്ന് ഒരു കുടിലുണ്ടാക്കി പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ? ഈ ദേവാലയം പണിയേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ ഇരുന്നാലും ദൈവം കേൾക്കത്തില്ലായിരുന്നോ? അല്ല, നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറങ്ങുന്ന, മ്ലേച്ഛതകളില്ലാത്ത, പാപമില്ലാത്ത, മാനുഷികമായ ബലഹീനതകൾ പോലും വരാത്ത ഒരു സ്ഥലം ദൈവത്തിന് ഉണ്ടാകണമെന്നുള്ളത് പിതാക്കന്മാരുടെ കണ്ടെത്തലും പഠിപ്പിക്കലുമാണ്. അതുകൊണ്ടാണ് യോന പോലും അതാണ്, നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ വന്ന് നിനക്ക് നേർച്ചകളെ ഞാൻ അർപ്പിക്കും. ഞാൻ ഇവിടെ കിടന്നല്ല നേർച്ചകൾ അർപ്പിക്കുന്നത്, നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നേർച്ചകളെ അർപ്പിക്കും. അതുകൊണ്ട് പിള്ളേരെ പള്ളി വിടണം. 3-ാമതായിട്ട് ഞാൻ പറഞ്ഞ എന്തുവാ, അനുതാപമുള്ള പ്രാർത്ഥന. അനുതാപത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ അനുതാപത്തോടെയുള്ള പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ച പിതാവാണ് ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനി. ആ പിതാവാണ് കൂടുതൽ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതലൊരു പ്രാധാന്യം കൊടുത്തത്. കുറിയേലായിസോൻ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എ ഷോർട്ട് പ്രെയർ വിത്ത് ബിഗ് സാൽവേഷൻ. വലിയ രക്ഷയ്ക്ക് ചെറിയ പ്രാർത്ഥന. ഈ ചെറിയ പ്രാർത്ഥന മതി. നീണ്ട പ്രാർത്ഥനകൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളും നമ്മുടെ ബ്രൊമിയോൻ സദറാകളും എല്ലാം പ്രധാനപ്പെട്ടതാണ്. എങ്കിലും നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വേദോത്സവം കക്ഷത്തിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പാരമ്പര്യം പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുമില്ല. പിന്നെ ഉള്ളിൽ നിന്നുണ്ടാവേണ്ട ചെറിയ പ്രാർത്ഥന എന്ത്? യേശുവേ ദാവീദ് പുത്ര പാപിയാ എന്നോട് കരുണ തോന്നണമേ. പോകുന്ന വഴികളിലും എല്ലായിടത്തും പാപം വാതിൽക്കൽ നിൽക്കുമ്പോഴും യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നമ്മെ തന്നെ ബ്ലസ് ചെയ്താൽ ആ പാപം ഓടിപ്പോവും. 4-ാമതായിട്ട് ഈ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാണ്? ദ പ്രെയർ ഓഫ് സാൽവേഷൻ. ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പാടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവസാനം ആ വാക്യം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? 9-ാം വാക്യം ഇങ്ങനെയാണ്, സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. ലാസ്റ്റ് പറയുകയാണ്, രക്ഷ എൻ്റെ യഹോവയുടെ പക്കൽ നിന്ന്. സാൽവേഷൻ എവിടുന്നാ? രക്ഷ എവിടുന്നാ? ഈ ഭൂമിയിലെ ആൾ ദൈവങ്ങളിൽ നിന്നൊന്നും അല്ല, ഈ ഭൂമിയിലെ മറ്റുള്ളതിൽ നിന്നൊന്നും അല്ല. എൻ്റെ രക്ഷ ആത്യന്തികമായി എവിടെയുള്ളൂ? യഹോവയിൽ നിന്ന്. യോനയുടെ ആ വലിയ ദർശനത്തിലേക്ക്, മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെ അങ്ങേ അറ്റം അതിലേക്കാണ് വരേണ്ടത്. യോന അത് തിരിച്ചറിഞ്ഞു. രക്ഷ ഞാൻ നിനിവയിലേക്ക് ഓടിയാലും കിട്ടത്തില്ല, തർശീസിലേക്ക് ഓടിയാലും കിട്ടത്തില്ല, മത്സ്യത്തിൻ്റെ വായി കടന്നാലും കിട്ടത്തില്ല. എൻ്റെ രക്ഷ എവിടെയുള്ളൂ? എൻ്റെ ദൈവമായ യഹോവയുടെ പക്കലേക്കുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, യോനയുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചു തരുന്നത് അനുതാപത്തിൻ്റെ പടവുകളെ പറ്റിയാണ്. അവിടെ ഒരു ഇനിഷ്യേഷൻ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതിനിധിയായി അവിടെ വന്നത് ആരാണ്? കപ്പൽ പ്രമാണിയാണ്. ആ കപ്പൽ പ്രമാണി പറയുകയാണ്, നീ എന്തിനുറങ്ങുന്നു? അവിടുന്ന് തുടങ്ങുകയാണ്. നമ്മൾ ഉറങ്ങുമ്പം നാം ഈ ലോകത്തിൻ്റെ ഇല്ലെങ്കിൽ ദൈവാബോധത്തിൽ നിന്നൊക്കെ മാറിക്കടന്ന് നമ്മൾ വേറെ റൂട്ടിലും വേറെ ട്രാക്കിലും പോകുമ്പം ആരെങ്കിലും വന്ന് നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കും, അതിൽ കയറി പിടിച്ചോണം. പിന്നെ അത് കണ്ടില്ലെന്ന് അടിച്ചോടല്ല. യോന അവത്തെ കയറി പിടിച്ചു. ശരിയാ, തെറ്റിപ്പോയി. പക്ഷെ യോന അവത്തെ കയറി പിടിച്ചു. പിന്നീട് അവൻ ചോദ്യം ചോദിക്കുമ്പം പിന്നെ ഉത്തരം കൂടിക്കൂടി വരിക. അവൻ്റെ ദൈവാബോധത്തിൻ്റെ ആഴമായ സംഗതികളിലേക്ക് വരിക. എന്താ പറയുന്നത്? ഞാനൊരു എബ്രായനാണ്, ഞാനൊരു ദൈവവിശ്വാസം ഉള്ളവനാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെപ്പറ്റിയും ദൈവ പദ്ധതികളെപ്പറ്റിയും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ദൈവം കടലും കരയും ഉണ്ടാക്കിയ ദ യൂണിവേഴ്സൽ ഗോഡ്, ദൈവത്തെ ഞാൻ ആരാധിച്ചു വരുന്നു. അവിടെയും തീരുന്നില്ല. ആരാധിച്ചു വരുന്നത് മാത്രമല്ല, ഇവിടെ എന്താ പ്രശ്നക്കാരൻ? ഞാനാ പ്രശ്നക്കാരൻ.
ഇവിടെ പ്രശ്നത്തിന് പരിഹാരം എന്തുവാ? ഞാനാ പ്രശ്നത്തിന് പരിഹാരം. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായപ്പോൾ എന്തുണ്ടായി? ദൈവം തന്നെ അവനെ രക്ഷിക്കാനുള്ള പദ്ധതി ഉണ്ടായി. നമ്മളും പ്രശ്നം എന്താ, നമ്മുടെ പ്രയാസങ്ങൾ എന്താ, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. സൊല്യൂഷൻ നമ്മിൽ നിന്ന് തന്നെ ഒരു ഇനിഷ്യേഷൻ ഉണ്ടാവുമ്പം പറയാറില്ലേ, നമ്മളൊരു കാല് വെക്കുമ്പം ദൈവം 7 പടി മുമ്പോട്ട് വെക്കുമെന്ന്. അതുപോലെ യോന ഒരു പടി വെച്ചപ്പം ദൈവം പദ്ധതികൾ, വലിയ ഒരു പ്രോജക്റ്റ് തന്നെ കടലിൽ ഉണ്ടാക്കിയിട്ടു. ഉണ്ടാക്കിയപ്പം അത് കിട്ടിയ 3 ദിവസത്തെ ആത്മീയ അനുഭവങ്ങളാണ് ഈ 2 അധ്യായത്തിൽ കാണുന്നത്, 2-ാം അധ്യായത്തിൽ കാണുന്നത്. ആത്മീയ അനുഭവങ്ങളുടെ വാക്യങ്ങളാണ് 9 വാക്യങ്ങളിലുള്ളത്. നിങ്ങൾ വീട്ടിൽ പോയി അത് മാത്രം ധ്യാനിച്ചാൽ മതി. വലിയ പ്രസംഗമാണ് അത്. ഞാൻ ചിലപ്പോൾ ഓർത്ത ഈ 2-ാം അധ്യായം എടുത്ത് പ്രസംഗിക്കട്ടെ എന്ന്, അവൻ്റെ ആ ഒരു, പക്ഷെ അന്നേരം ഒരു ഹോളായിട്ട് വരത്തില്ലല്ലോ എന്ന് ഓർത്താൽ ഞാൻ അതിലേക്ക് ഇത്രയും വന്നേ ഉള്ളൂ. ആ 2-ാം അധ്യായം മാത്രം ഓരോ കാര്യം എടുത്താൽ തന്നെ വലിയ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന 3 കാര്യങ്ങളുണ്ട്. 1 ജസ്റ്റിഫിക്കേഷൻ, 2 സാങ്ക്ടിഫിക്കേഷൻ, 3 ഗ്ലോറിഫിക്കേഷൻ. നീതീകരണം അവിടെ നടന്നു, വിശുദ്ധീകരണം നടന്നു, മഹത്വീകരണം നടന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോനയ്ക്കുണ്ടായ ആ അനുഭവത്തിൽ നിന്ന്, പരമാർത്ഥമായ ഒരു പ്രാർത്ഥനയിൽ നിന്ന്, അനുതാപപൂർണമായ ഒരു പ്രാർത്ഥനയിൽ നിന്ന്, ദൈവത്തിൻ്റെ രക്ഷയെ പറ്റിയുള്ള പ്രാർത്ഥനയിൽ നിന്ന് അവന് ജസ്റ്റിഫിക്കേഷൻ കിട്ടി, നീതീകരണം കിട്ടി, സാങ്ക്ടിഫിക്കേഷൻ കിട്ടി, വിശുദ്ധീകരണം കിട്ടി, ഗ്ലോറിഫിക്കേഷൻ കിട്ടി, മഹത്വീകരണം. ആ മഹത്വീകരണത്തിൻ്റെ ആത്യന്തികമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? എൻ്റെ രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. നമുക്ക് ഈ 3 നോമ്പ്, നിനുവ നോമ്പ്, ആ നിനുവയുടെ ദേശത്തിന് മാനസാന്തരമുണ്ടായ അവർക്ക് വിശുദ്ധീകരണം ലഭിച്ചു, അവർക്ക് സാങ്ക്ടിഫിക്കേഷൻ ലഭിച്ചു, അവർക്ക് ഗ്ലോറിഫിക്കേഷൻ ലഭിച്ചു, അല്ലേ? അവർക്ക് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ലഭിച്ചു. ആ നിനുവയുടെ മാനസാന്തരത്തിലുണ്ടായ കുഞ്ഞുകുട്ടികൾ മുതൽ രാജാവ് വരെ അനുദപിച്ചതുപോലെ നമുക്കെല്ലാവർക്കും എല്ലാം മറന്ന് നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ തല താഴ്ത്തി അനുതാപത്തോടുകൂടെ ദൈവത്തിൻ്റെ നീതീകരണത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആ ഒരു നല്ല അനുഭവത്തിന് വേണ്ടി ഈ 3 ദിവസം നോമ്പോടും പ്രാർത്ഥനയോടും അനുതാപത്തോടും കൂടെ കഴിയുകയും ഈ 3 നോമ്പിൻ്റെ അനുതാപത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്കൊരു ചീട്ട് കിട്ടും. ആ ചീട്ടുമായിട്ട് വലിയ നോമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.